ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു തെറാപ്പിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇതിൽ വളരെ കുറച്ച് ഏരിയകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓൾറെഡി നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ പല പ്രാവശ്യം ഈ EFT ക്ലാസ്സുകൾ വന്നിട്ടുണ്ട്. അതിനേക്കാളുപരി നമ്മളൊരു 10 days 10 സെഷൻസ് നമ്മൾ പെയ്ഡായിട്ട് നടത്തിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഈ തെറാപ്പി അത്ര ഒരു സെൽഫ് ഡ്രിവൺ ആണ്, അല്ലെങ്കിൽ മറ്റാരുടെ ആശ്രയമില്ലാതെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. തീർച്ചയായിട്ടും അത് ഗുണകരമായി ഉപയോഗിക്കാൻ സഹായിക്കുന്ന വിധം അതിനെ ഒന്ന് ഒരു അവയർനെസിന്റെ തലത്തിൽ നിന്നുകൊണ്ടെന്ന് പറയുന്നു എന്നുമാണ്. സോ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നെഗറ്റീവ് എനർജിയുടെ ഒരു ഫ്ലോ എപ്പോഴും ഉണ്ട്. കാരണങ്ങൾ പ്രത്യേകിച്ച് ഉണ്ടാകണമെന്നൊന്നുമില്ല. നമ്മുടെ എൻവറോൺമെന്റിൽ നിന്നുണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ച് ഈ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് ഇങ്ങനെ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കും. അധികവും ചില നെഗറ്റീവ് എനർജികൾ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കാൻ തയ്യാറാകും. അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ അതൊരു ഡീപ്പ് ഡ്രോമയിലേക്കോ അല്ലെങ്കിൽ ഒരു ഡിപ്രസീവ് ആയിട്ടുള്ള എൻവറോൺമെന്റിലേക്കൊക്കെ മാറുമ്പോൾ ശരിക്കും ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ അഫക്റ്റ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള ഈ നെഗറ്റീവ് എനർജി റിലീസ് ചെയ്യാൻ നമ്മൾ പല തരത്തിലുള്ള ടൂളുകൾ ഉപയോഗിക്കാറുണ്ട്. അതിന് ഒരു സെൽഫ് ഹെൽപ്പ് ടൂൾ എന്ന കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണ് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. നമ്മുടെ ഇമോഷൻസിനെ ഫ്രീ ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്. ടെക്നിക്കിന്റെ പ്രത്യേകത, ഒന്ന് രണ്ട് പ്രത്യേകതകളുണ്ട്, ഞാൻ ചിലപ്പോൾ പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ടെക്നിക്ക് വളരെ ഗുണപ്രദമായി നമുക്ക് ഉപയോഗിക്കാം. നമ്മളിപ്പോൾ രാവിലെ മോർണിംഗ് ഒരു മെഡിറ്റേഷൻ ഉണ്ട്, 5:15 ഒരു മോർണിംഗ് മെഡിറ്റേഷൻ ഇപ്പോൾ നമ്മൾ റൺ ചെയ്യുന്നുണ്ട്, 1 വർഷത്തിലധികമായി. ആ മെഡിറ്റേഷനിൽ നമ്മൾ EFTയുടെ ഈ പ്രാക്ടീസ് നമ്മൾ ചെയ്യാറുണ്ട്. നമ്മുടെ അഫർമേഷൻസിന്റെ പാർട്ടായിട്ട് അല്ലെങ്കിൽ തെറാപ്പിയുടെ പാർട്ടായിട്ട് ഈ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് നമ്മൾ മോർണിംഗ് മെഡിറ്റേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും വളരെ ഗുണകരമായ ഒരു തെറാപ്പിയാണ്, പ്രാക്ടീസാണ്. പക്ഷെ ഇതിന് വേറെ ചില കൺസ്ട്രെയിൻസ് ഒക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി EFTയെ അപ്രോച്ച് ചെയ്താൽ തീർച്ചയായിട്ടും അത് വളരെ ഗുണകരമാണ്. EFT ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ചാറ്റ് ബോക്സിൽ ഒന്ന് ഇടാമോ, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാമോ? EFTയെ ഉപയോഗിക്കുകയോ ആർക്കെങ്കിലും അത് നിർദ്ദേശിക്കുകയോ റിസൾട്ട് കിട്ടുകയോ ഒക്കെ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാമോ? സബ് കണ്ടക്ട് ചെയ്ത നമ്മുടെ അച്ഛന്റെ പേരെന്താ? ജോർജ് അച്ഛൻ. അച്ഛന്റെ കോഴ്സിൽ 3 ദിവസത്തെ കോഴ്സ് അതിനുശേഷം ഫോളോ അപ്പ് ഉണ്ടായിരുന്നു. ഫോളോ അപ്പ് അധികം എനിക്ക് കയറാൻ പറ്റിയില്ല, കാരണം ഞാൻ ഹോസ്പിറ്റലായി പോയി. ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. അതുകൊണ്ട് വളരെ പ്രയോജനം. രാവിലെ എഴുന്നേറ്റ് 10 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. വളരെയധികം മാറ്റങ്ങളുണ്ട്. അച്ഛന്റെ സെക്കൻഡ് പാർട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇന്നിപ്പോ അച്ഛൻ ഈ ആഴ്ച ഈ പറഞ്ഞ പോലെ ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഴ്ചയാണ്. അതുകൊണ്ട് അച്ഛൻ തിരക്കായി പോയതുകൊണ്ടാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനുശേഷം അച്ഛൻ അത് കണ്ടിന്യൂ ചെയ്യും. ഇതിന്റെ ഒരു മാട്രിക്സ് അപ്രോച്ച് എന്ന് പറഞ്ഞൊരു അപ്രോച്ചും കൂടെ അച്ഛനും കൂടെ നമുക്കത് കേൾക്കാം. അപ്പൊ അതിനു മുമ്പ് നമ്മളൊരു ഇൻട്രൊഡക്ടറി സെഷൻ, 1-2 ആഴ്ചകളുടെ ഇൻട്രൊഡക്ടറി സെഷൻ എന്ന നിലയിലാണ് ഇപ്പോൾ EFT ഇവിടെ പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും ഐ ഫിലിപ്പ് സാർ അത് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ബെനിഫിറ്റ്. നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല അല്ല സാറേ, ഒരു മുടക്കം ഇല്ലെന്ന് പറയാം. സമയത്തിനും പ്രശ്നമില്ല. ഇനി എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോഴും അത് ചെയ്യാൻ പറ്റും അല്ലെ, ഏത് നിമിഷവും ചെയ്യാം. കൂടെ ഒരാളുണ്ടെങ്കിൽ അവരോട് കൂടി ചേർന്ന് ഇത് ചെയ്യാം. ഒട്ടും ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത രീതിയിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാക്ടീസ് ആയിട്ട് നമുക്ക് ഈ EFT. വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരെങ്കിലും എനിബഡി എൽസ് ടെസ്റ്റിമണീസ് ആയിട്ട് എന്തെങ്കിലും EFT പോസിറ്റീവായിട്ട് യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടി എന്ന് പറയാൻ പറ്റുന്ന? എല്ലാവരും റിസൾട്ട് കിട്ടുമെന്ന് വിചാരിക്കും, പക്ഷെ ഇതിൻ്റെ അകത്ത് റിസൾട്ട് കിട്ടാൻ സാധ്യത കുറവാണ്. അതിനൊരു കാരണമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. വളരെ സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ഈ സിമ്പിളായ ടെക്നിക്കൊക്കെ യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം അതിന്റെ പുറകിൽ ചില പാർട്ടുണ്ട്. ആ പാർട്ടുകളൊന്നും കൃത്യമായിട്ട് അവലംബിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ പല രീതിയിൽ ഹൈ പ്രൈസിലൊക്കെ കൊടുക്കുന്ന ഒരു സിസ്റ്റവും കാണാറുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു തെറാപ്പിയാണ്. പക്ഷെ ഇതിന് കൺസിസ്റ്റൻസി വേണം. സമയ ഡ്യൂറേഷനൊക്കെ പരിധികളുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. ഇനി നമുക്കറിയാം, ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റിയാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അല്ലെ. ഒരു ബിഹേവിയർ പാറ്റേണിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണത്. പലപ്പോഴും പക്ഷേ ഇൻറ്റൻസ് ആകാം, അല്ലെങ്കിൽ അൺപ്രഡിക്റ്റബിൾ ആകാം, അല്ലെങ്കിൽ റാപ്പിഡ് ചേഞ്ച് ഇൻ തോട്ട്സ്, മൂഡ്സ്, ഇമോഷൻ, ഫീലിംഗ്. നമുക്കറിയാം തോട്ട്സ് ആണ് നമ്മുടെ എല്ലാത്തിൻ്റെയും ആധാരം എന്നറിയാം.
അപ്പോൾ തോട്ട്സിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, തോട്ടിനെ എങ്ങനെ ട്രെയിൻ ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. തോട്ട്സിൽ നിന്ന് തീർച്ചയായിട്ടും മൂഡ് ചേഞ്ച് ഉണ്ടാകും, ഇമോഷൻസ് ഉണ്ടാകും. ഇമോഷൻ സംതിങ് കെമിക്കൽ ചേഞ്ച് ആണെന്ന് വിചാരിക്കും. തോട്ട്സിൽ നിന്നുകൂടെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിലെ ഇമോഷൻസിന് ചേഞ്ച് വരുമ്പോൾ അതൊരു ഇമോഷണൽ ചേഞ്ച് ആയിട്ട് വരും. ദെൻ നമ്മുടെ ശരീരത്തിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ, ഫീൽ ചെയ്യാൻ, അല്ലെങ്കിൽ പുറത്ത് കാണുന്ന രീതിയിലേക്ക് പ്രകടമാകുമ്പോൾ അത് ഫീലിങ്സ് ആയിരുന്നു. അപ്പൊ തോട്ട്സ്, ഇമോഷൻസ്, ഫീലിങ്സ് അല്ലെങ്കിൽ മൂഡ്സ്, ഈ പറയുന്ന സിസ്റ്റമാണ് ഇൻസ്റ്റബിലിറ്റി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഇതിന് മറ്റ് ചില വാക്കുകളിലൂടെയും പറയാം. അഫക്റ്റീവ് ഡിസ്റെഗുലേഷൻ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ, പെർസെപ്ച്വൽ ഡിസ്റ്റോർഷൻ, ഇങ്ങനെയൊക്കെ വാക്കുകൾ കൊണ്ട് ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി പറയാം. നമുക്കെല്ലാവർക്കും അറിയാം IQ-നേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് EQ, ഇമോഷണൽ കോഷ്യന്റ്. നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം ഇനി കാലങ്ങളിൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ യുവതലമുറകൾക്ക് ജോലി കിട്ടാനും, ഈവൻ ഒരു മാരേജിന്റെ പ്രപ്പോസൽ വരുമ്പോൾ തന്നെ നമ്മൾ നോക്കുന്ന IQ-നേക്കാൾ കൂടുതൽ EQ ആണ്. എങ്ങനെ ബിഹേവ് ചെയ്യും, എങ്ങനെ ഇമോഷൻ ബാലൻസ് ചെയ്യും, എങ്ങനെ മുന്നോട്ട് പോകും, ഒരു ക്രൈസിസ് വരുമ്പോൾ എങ്ങനെ ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റിയിൽ നിന്ന് സ്റ്റെബിലിറ്റിയിലേക്ക് കടന്നു വരും. അപ്പൊ ഇത് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ലൈഫ് ഫെയിലിയർ ആയിപ്പോകും. ഇന്ന് ഫെയിലിയർ ആകുക എന്ന് പറയുന്നതിന് ഒരു ക്രെഡിറ്റ് പോലുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ ഫെയിലിയർ ആയാലും പിന്നെയും സർവൈവ് ചെയ്യാം, അല്ലെങ്കിൽ സർവൈവ് ചെയ്യാനുള്ള സ്ട്രാറ്റജികൾ ഉണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിന് വലിയ പ്രാധാന്യമില്ലെങ്കിൽ പോലും അവരുടെ ഇന്റേണൽ മൈൻഡ് സെറ്റിലും അതുപോലെ തന്നെ അവരുടെ സറൗണ്ടിങ്സ്, അവരുടെ ക്ലോസ്ഡ് സർക്കിൾസിലൊക്കെ തീർച്ചയായിട്ടും ഡീപ്പായിട്ടുള്ള മുറിവുകൾ, ട്രോമകൾ ഉണ്ടാക്കാനുള്ള സാധ്യത. ഈ ട്രോമകൾ അഗ്രവേറ്റഡ് ആയി ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് മാറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം പറഞ്ഞത്. നമ്മൾ തുടക്കത്തിലെ ADHD-യെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇത് വളരെ കൂടുതലാണ്. കാരണങ്ങൾ വിസിബിൾ ആണ്, പക്ഷെ അത് കൃത്യമായിട്ട് പരിഹരിക്കപ്പെടുന്നില്ല എന്നൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞു. ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഡെഫിനിഷൻ വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം: കപ്പാസിറ്റി ടു മെയിൻറ്റെയിൻ വൺസ് ഇമോഷണൽ ബാലൻസ് അണ്ടർ സ്ട്രെസ്ഫുൾ സർക്കംസ്റ്റാൻസസ്. ഇപ്പൊ സ്ട്രെസ്ഫുൾ ആയ ഒരു സർക്കംസ്റ്റാൻസിനെ എങ്ങനെ റിസലിയൻസിലൂടെ തിരിച്ചു വരാൻ സാധിക്കും, എങ്ങനെ ഒരു സ്റ്റേബിൾ പൊസിഷനിലേക്ക് കടന്നു വരാൻ പറ്റും. അപ്പോൾ ഇമോഷണലി സ്റ്റേബിൾ പേഴ്സൺ എന്ന് വെച്ചാൽ ഹി ക്യാൻ ടോളറേറ്റ് മൈൻഡ് ടോളറേറ്റ് ചെയ്യാം, സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാം. ഒരു ഇമോഷണൽ അപ്സെറ്റ് ഉണ്ടാവുമോ, ഒരു ആങ്സൈറ്റി ഉണ്ടാവുമോ, നെർവസ് ആവുകയോ, ടെൻസ്ഡ് ആവുകയോ, ആംഗ്രി ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഓക്കെ, ഇതെല്ലാം യൂഷ്വലാണ്, ഇതൊക്കെ സംഭവിക്കാവുന്നതാണ്. ആങ്ഷ്യസ് ആകാം, നെർവസ് ആകാം, ആംഗ്രി ഉണ്ടാകാം, കരയുന്ന സിറ്റുവേഷൻസ് വരാം. പക്ഷെ ആ സിറ്റുവേഷൻസിന് ശേഷം എങ്ങനെ എത്ര പെട്ടെന്ന് തിരിച്ചു വരാൻ സാധിക്കും, പഴയ ഒരു സ്റ്റേബിൾ മൂഡിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. നമ്മള് സ്ട്രെസ് സ്വിച്ച് എന്നൊക്കെ പറയുന്ന പോലെ, സ്ട്രഗിൾ സ്വിച്ച് എന്നൊക്കെ പറയുന്ന പോലെ, അങ്ങ് വൺസ് സ്വിച്ച് ഓൺ ആണ്, പിന്നെ ആ സ്വിച്ച് എങ്ങനെ ഓഫ് ആക്കാൻ സാധിക്കും, അത് നമ്മളുടെ ഒരു പെക്യുലിയർ കഴിവാണ്. ആ കഴിവിലേക്ക് നമ്മൾ എത്തണം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ആ ഇമോഷണൽ സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യാൻ പ്രധാനമായിട്ട് നമുക്കറിയാം ചൈൽഡ്ഹുഡ് ട്രോമകളാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആകുന്നത്. ഈ ട്രോമകൾ എപ്പോഴും മൂടിക്കിടക്കുക സബ് കോൺഷ്യസ് മൈൻഡിൽ. നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ കോൺസെപ്റ്റിലെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് മൂടപ്പെട്ട് കിടക്കുക. എപ്പോഴാണ് ട്രിഗർ ചെയ്യുന്നത്, ഏത് സാഹചര്യത്തിലാണ് ട്രിഗർ ചെയ്യുന്നത്, കൃത്യമായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഫ്രീക്വൻസി കൂടുതലാണ്. ആ ട്രോമ എക്സാക്ട് ട്രോമ ആയിട്ടല്ല, ചൈൽഡ്ഹുഡ് ട്രോമ ആയിട്ടല്ല, പക്ഷെ മറ്റു പല റീസൺസ് ആയിട്ട് കൃത്യമായി അത് പോപ്പപ്പ് ചെയ്ത് വരുന്നു. അതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അതിന്റെ റൂട്ട് കോസ് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പൊ അവിടേക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. പിന്നെ അബ്യൂസ് വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിട്ട് ഇപ്പൊ നമുക്ക് കാണാം. അവർ നെഗ്ലക്ട് എന്ന് വെച്ചാൽ സത്യത്തിൽ നെഗ്ലക്ട് ചെയ്യപ്പെടുന്നൊന്നുമില്ല, പക്ഷെ നെഗ്ലക്ട് ചെയ്യപ്പെടുന്നതായി തോന്നുന്നു. ഐ എം നെഗ്ലക്റ്റഡ് എന്ന് തോന്നൽ. എന്താണ്, നമ്മുടെ പെർസ്പെക്റ്റീവിൽ ഞാൻ നെഗ്ലക്റ്റഡ് ആയി എന്ന് തോന്നുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകും. അതിനെ കോപ്പി ചെയ്യാനോ അതിനൊന്ന് ആർഗ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു അസർട്ടീവ് പാറ്റേണിലേക്ക് മാറാനോ ഉള്ള കഴിവില്ലാതെ വരുമ്പോൾ ഈ നെഗ്ലക്റ്റിംഗ് എന്ന് പറയുന്ന ആ പ്രോസസ്സ് നമ്മളുടെ ഒരു സ്വന്തം റിസർവ്ഡ് ക്യാരക്ടറായിട്ട് മാറുകയും അത് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അതുപോലെ സോഷ്യൽ ഐസൊലേഷൻ, ലോൺലിനെസ്, അതെല്ലാം അതുമായിട്ട് കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ എക്സ്പീരിയൻസിങ് ഡിസ്ക്രിമിനേഷന്റെ ഒരു വലിയ കാലം തന്നെയാണ് ഇപ്പോൾ. ഏതൊക്കെ തരത്തിലാണ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്നത്, നമ്മൾ അറിഞ്ഞിട്ടാണോ, നമ്മുടെ കഴിവുകൾ ഇല്ലാത്തത് കൊണ്ടാണോ, എന്താണ് ഈ ഡിസ്ക്രിമിനേഷൻ ആൻഡ് സ്റ്റിഗ്മ, അതുപോലെ ഇൻക്ലൂഡിങ് റേസിസം ആൻഡ് സോഷ്യൽ ഡിസഡ്വാൻറ്റേജ്, പോവർട്ടി, ഡെപ്റ്റ്. അപ്പൊ ഇങ്ങനെ പല പല കാരണങ്ങളാണ് ഇമോഷണൽ പ്രോബ്ലംസ് ഉണ്ടാകാൻ റീസൺസ് ആകുന്നത്. എങ്കിലും ഇതിനെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് അതിനെ സോൾവ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം നമുക്ക് സ്ട്രക്ചർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി
നമുക്കുണ്ടാകും. സ്റ്റേബിളായി മാറാൻ തീർച്ചയായിട്ടും ഈ ടൂളുകൾ നമുക്ക് ഉപയോഗിക്കാം. പ്രധാനമായിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാം അല്ലേ. നമുക്ക് പെട്ടെന്നൊരു ഷോക്ക് ഉണ്ടാകും. അത് അങ്ങനെ ഒരു ഷോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും കിഡ്നിയെ എഫക്റ്റ് ചെയ്യും. ആങ്കർ, ഫ്ലെയിംസ്, ലിവർ, പൊതുവെ ദേഷ്യക്കാരായ വ്യക്തികൾക്ക് ലിവറിൽ ഡാമേജ്, പ്രോബ്ലം ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടാതെ ഇമോഷൻ അത്രമാത്രം, കാരണം ഇതെല്ലാം ശാരീരികമായി ബന്ധപ്പെട്ടിട്ടാണ്. ശരീരവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ ശരീരത്തിലെ ഓരോ തരത്തിലുള്ള ഈ ഇമോഷൻസ് ഓരോ തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗ്ലാൻഡുകളെ അഫക്റ്റഡ് ആക്കും എന്നതാണ് ചിന്തിക്കുക. അപ്പം ദേഷ്യം എന്ന് പറയുന്നത് ലിവർ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് വരും. അതുപോലെ തന്നെ ഷോക്ക്, പെട്ടെന്നുണ്ടാകുന്ന ഷോക്ക് കൊടുക്കുകയും ഷോക്ക് മേടിക്കുകയും ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഇതുപോലെ കിഡ്നിയിലെ പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രോബ്ലത്തിലേക്ക് വരാം. ഇതൊക്കെ നാച്ചുറൽ ആയിട്ട് വരുന്നതാണ്. അതുപോലെ സ്ട്രെസ്സുമായി റിലേറ്റഡ് ചെയ്ത് വരുമ്പോൾ, അല്ലെങ്കിൽ സ്ട്രെസ്സുള്ള വ്യക്തികൾ ചിലപ്പോൾ ഓഫീസാകാം, വീട്ടിലാകാം, അല്ലെങ്കിൽ സോഷ്യൽ ബിലോങ്ങിങ്സിലാകാം. ഇപ്പൊ സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അവിടെ ഹാർട്ടിനും ബ്രെയിനും ഒരുപോലെ പ്രോബ്ലം ഉണ്ട്. ഹാർട്ടും ബ്രെയിനും ഒരേപോലെ നീങ്ങേണ്ടവർക്ക് ഒരേപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു ഏരിയയാണ് സ്ട്രെസ്സിന്റെ ഏരിയ. ഇതെല്ലാം ഓരോ തരത്തിലുള്ള ഇമോഷണൽ പ്രോബ്ലംസ് ആണ് എന്ന് നമുക്ക് ചിന്തിക്കാം. അതുപോലെ തന്നെ സാഡ്നെസ്, സങ്കടം, ഗ്രീഫ്, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അറിയാതെ നമ്മുടെ ലങ്സ് വീക്കാകും. ശ്വാസം അകത്തേക്ക് വലിച്ചു കയറ്റാനും പുറത്തേക്ക് ഇറക്കാനും ഒക്കെ ഉള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോകും. അതിന്റെ തനതായ ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോകും. സാഡ്നെസ് വീക്കൻസ് ലങ്സ്. അതുപോലെ തന്നെ നമുക്കറിയാം വറി, സങ്കടം, പ്രയാസം, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ സ്റ്റൊമക്കിനെ അത് അഫക്റ്റ് ചെയ്യും. അതുപോലെ ഫിയർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഇന്റേണൽ വയറിന്റെ സൈഡിലേക്കൊക്കെ വരുമ്പോൾ സ്റ്റൊമക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കാം. അപ്പൊ ഇതുപോലെ ഓരോ അല്ലെങ്കിൽ ഓരോ ഇമോഷൻസിനും തനതായ ചില വർക്ക് നമ്മുടെ ബോഡിയിൽ, പ്രത്യേകിച്ച് ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള ഓർഗൻസിൽ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. ഇവിടെയാണ് ഇമോഷൻസിനെ നമ്മൾ ബാലൻസ് ചെയ്യേണ്ട അത്യാവശ്യം എന്ന് പറയുന്നത്. ഇനി ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒത്തിരിയും ടൂളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടൂളുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനുശേഷം നമുക്ക് ഗിഫ്റ്റിലേക്ക് വരാം. സൈക്കോളജി പഠിക്കുന്നവർക്കറിയാം വേവ്സ് ഓഫ് സൈക്കോളജി വേവ്സ്, പല തരത്തിലുള്ള തെറാപ്യൂട്ടിക്കൽ കോൺസെപ്റ്റുകൾ ഡെവലപ്പ് ചെയ്ത് വരുന്ന ആ കാലഘട്ടങ്ങളെ നമ്മൾ വേവ്സ് ഓഫ് തെറാപ്പി എന്ന് പറയും. ഏകദേശം ഒരു 4th വേവിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് നമ്മൾ അസ്യൂം ചെയ്താൽ, നമ്മൾ നെറ്റിലൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള വേവ്സ് സിസ്റ്റത്തെ കുറിച്ച് അറിയാം. എങ്കിലും ഒരു ജനറൽ കോൺസെപ്റ്റിൽ ഈ വേവിനെ കുറിച്ച് പറയുമ്പോൾ, സൈക്കോളജിക്കൽ വേവ്സിനെ കുറിച്ച് പറയുമ്പോൾ, ഫസ്റ്റ് വേവ് എന്ന് പറയുന്നത് വില്യം മോൺസിന്റെ പ്രധാനമായിട്ടും സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് 1832 മുതലുള്ള കാലഘട്ടങ്ങളിലാണ് അദ്ദേഹമാണ് ആദ്യം ഫിലോസഫിയും ബയോളജിയും സൈക്കോളജിയിൽ നിന്ന് റിലീസ് ചെയ്ത് ഒരു പ്രത്യേക സയൻസ് ആക്കി മാറ്റുന്നത്. അപ്പോൾ ഒരു കൺസെപ്റ്റ് ഓഫ് സ്ട്രക്ചറലിസം, അവിടെയും തോട്ടും ബ്രെയിനും ഒക്കെ തന്നെയാണ്, പക്ഷെ അതിന്റെ ഒരു ക്രൂഡ് ഫോം ആണെന്ന് മാത്രം. അപ്പൊ ഇത് ഫസ്റ്റ് വേവിലെ ആദ്യത്തെ വ്യക്തി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതുപോലെ ഒത്തിരി വ്യക്തികളുണ്ട്, എല്ലാവരും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല എങ്കിലും. അതുപോലെ സെക്കൻഡ് പാർട്ട് എഡ്വേർഡ് ടിച്ച്നർ, ഇൻട്രോസ്പെക്ഷൻ, നമ്മളുടെ ഇന്നർ സൈഡിലേക്കുള്ള ഒരു യാത്ര, ഇൻട്രോസ്പെക്ഷൻ അല്ലെങ്കിൽ സെൽഫ് റിഫ്ലക്ഷൻ, സെൻസേഷൻസിനെ തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി, ഇതെല്ലാം സൈക്കോളജിയുടെ പാർട്ടായിട്ട്, അത് ഫസ്റ്റ് വേവിന്റെ പാർട്ടായിട്ട് നമുക്ക് കൂട്ടാം. പക്ഷെ ഇതൊക്കെ ഇപ്പോഴും വളരെ എഫക്റ്റീവായിട്ട് പുതിയ രീതികളിൽ ഉപയോഗിക്കുന്നത് മാത്രം. വില്യം ജെയിംസ്, ഫങ്ഷണലിസം, ഫോക്കസ് ഓൺ ഫങ്ഷൻസ് ഓർ പർപ്പസ് ഓഫ് കോൺഷ്യസ് മൈൻഡ് ആസ് വെൽ ആസ് ബിഹേവിയർ, അത് തമ്മിലുള്ള കണക്ടിവിറ്റിയെ. അപ്പൊ ഇതെല്ലാം ഫസ്റ്റ് വേവിന്റെ പാർട്ടായിട്ട് നമുക്ക് കൂട്ടാം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാവുന്ന പോലെ സിഗ്മണ്ട് ഫ്രോയിഡ്, അതുപോലെ ഗസ്റ്റാൾട്ട് തെറാപ്പിയുടെ മാക്സിന്റെ ഒക്കെ തിയറംസ് എല്ലാം നമുക്ക് ഫസ്റ്റ് വേവ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ പറയാം. ഗസ്റ്റാൾട്ട് തെറാപ്പി പറയുമ്പോഴത്തേക്കും ദ ഓൾ ഓഫ് ദ എക്സ്പീരിയൻസ് ക്യാൻ ബി മോർ ദാൻ സം ഓഫ് ദ പാർട്സ്. അപ്പൊ നമ്മൾ ഒരു ഹോൾസം അപ്രോച്ചാണ്, പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കും. ഒരു പാർട്ടായിട്ടല്ല, പാർട്ടിനേക്കാളും കൂടുതൽ എഫക്റ്റീവ് ആണ്. അപ്പൊ ഹോൾസം എന്ന് പറയുമ്പോൾ അപ്രോച്ചിന് മാറ്റം വരും എന്നാണ് പറയുന്നത്. അതുപോലെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനാലിസിസ്, തീർച്ചയായിട്ടും നമുക്ക് ഒരു വർഷക്കാലങ്ങളിലൊക്കെ നമ്മൾ ആ ഒരു ട്രീറ്റ്മെന്റുമായിട്ട് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു എന്നൊക്കെ ഉള്ള ഒരു, അതുപോലെ പറയുന്ന അൺകോൺഷ്യസ് മൈൻഡുമായിട്ടുള്ള ഒരു ഡീപ്പ് കണക്ഷൻ, ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്ന റിലീസ് അല്ലെങ്കിൽ സോൾവിങ് മെക്കാനിസംസ്, ഇതെല്ലാം ഫസ്റ്റ് വേവ് ഓഫ് സൈക്കോളജിയിലാണ്. അപ്പൊ ഈ സൈക്കോളജി തെറാപ്പികളെല്ലാം തന്നെ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്, വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള പുതിയ
കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ പുതിയ തെറാപ്പികൾ എത്തുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇതിൽ സെക്കൻഡ് വേവിലേക്ക് പോകുമ്പോൾ ബിഹേവിയറിസം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്, കണ്ടീഷനിങ് ബിഹേവിയർ. സ്കിന്നറെ കുറിച്ച് നമുക്കറിയാം, BF സ്കിന്നറിന്റെ ബിഹേവിയറിസം, അതുപോലെ തന്നെ ഇവൻ പാവ്ലോവിന്റെ കണ്ടീഷൻഡ് സിസ്റ്റം ഒക്കെ നമുക്കറിയാം. ഈ കണ്ടീഷനിങ് ഇതെല്ലാം സെക്കൻഡ് വേവ് ഓഫ് സൈക്കോളജി എന്ന് പറയും. ഫോക്കസ് ഓൺ ഐഡിയ ദാറ്റ് ഓൾ ബിഹേവിയേഴ്സ് ആർ ലേൺ ത്രൂ ഇന്ററാക്ഷൻ വിത്ത് എൻവയോൺമെന്റ്. അപ്പോൾ നമ്മളെ എൻവയോൺമെന്റിൽ നിന്നുണ്ടാകുന്ന ഇന്ററാക്ഷൻസ് ആണ് ബിഹേവിയർ ഉണ്ടാക്കുന്നത്. ഈ ബിഹേവിയറിനെ ചേഞ്ച് ചെയ്താൽ നമ്മുടെ ഇന്നർ സൈഡും ചേഞ്ച് ആകും. സോ ഇഫ് യു കുഡ് ചേഞ്ച് യുവർ ബിഹേവിയർ യു ക്യാൻ ഫീൽ ബെറ്റർ. അപ്പം ബിഹേവിയർ മാറ്റി നമ്മുടെ ഇന്നർ സൈഡിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പാത്വേ, അതാണ് സെക്കൻഡ് വേവ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ മൂന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത്, തേർഡ് വേവ് എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ വളരെ പോപ്പുലർ ആയിട്ട് നമ്മൾ കാണുന്നത് കോഗ്നേറ്റീവ് മൈൻഡ്ഫുൾനെസ് പെർസ്പെക്റ്റീവ്. DBT, REBT, CBT, ACT, അക്സെപ്റ്റൻസ് തെറാപ്പി എന്ന് പറയുന്ന ഇങ്ങനെയുള്ള തെറാപ്പികൾ എല്ലാം മൈൻഡ്ഫുൾനെസ് പെർസ്പെക്റ്റീവും കോഗ്നേറ്റീവ് പെർസ്പെക്റ്റീവിലും കൂടെ കൂടി അറ്റംപ്റ്റ് ടു ചേഞ്ച് ദ വേ യു തിങ്ക്, നമ്മൾ ചിന്തിക്കുന്ന രീതിയെ ഒന്ന് മാറ്റുക. അങ്ങനെ ചിന്തയുടെ തലം മാറിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇന്നർ സൈഡും ഔട്ടർ സൈഡും ഒക്കെ സെൻസിങ് ആൻഡ് ഫീലിംഗ് ഇൻ ദ മൂമെന്റ്, അത് മൈൻഡ്ഫുൾനെസ്സുമായിട്ട് ബന്ധപ്പെട്ട് വിത്തൗട്ട് ഇന്റർപ്രിട്ടേഷൻ ഓർ ജഡ്ജിങ്. അപ്പം ഈ നിമിഷത്തിൽ ജീവിക്കാൻ സാധിക്കുന്ന ആ ഒരു പുതിയ, പക്ഷേ ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു തെറാപ്പി പെർസ്പെക്റ്റീവാണ് മൈൻഡ്ഫുൾനെസ്. നമുക്കറിയാം, എല്ലാ തെറാപ്പികളും യൂസ് ചെയ്യുമ്പോൾ എന്തിനു വേണ്ടിയാണോ തെറാപ്പി യൂസ് ചെയ്തത് അതിലേക്ക് വീണ്ടും റിലാപ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ നിൽക്കുന്ന ആ പൊസിഷൻ അറിയുന്നില്ല. മൈൻഡ്ഫുൾനെസ് എന്ന് വെച്ചാൽ സെൻസിങ് ആൻഡ് ഫീലിംഗ് ദ മൊമെന്റ്, ആ മൊമെന്റിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് പ്രീ ജഡ്ജ്മെന്റോട് കൂടിയായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ മൈൻഡ്ഫുൾനെസ്സിന്റെ ഈ മൊമെന്റിന്റെ അഡ്വാൻറ്റേജ് യൂസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന തെറാപ്പികളോട് കൂടി കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് ഇപ്പം നിലവിലുണ്ട്. തേർഡ് വേവ് സൈക്കോളജി എന്ന് പറയും. അഗെയിൻ വൺ മോർ പാർട്ട് ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്, ദാറ്റ് ഈസ് ഫോർത്ത് വേവ്. എന്താണ് ഈ ഫോർത്ത് വേവിന്റെ പ്രത്യേകത? ഇവിടെ ഒരു സൊമാറ്റിക് പാർട്ടുണ്ട്, ബോഡി സെൻട്രേഡ് പാർട്ടുണ്ട്, അതുപോലെ ഒരു എനർജി പെർസ്പെക്റ്റീവ് ഉണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്ന തെറാപ്പികളിലെല്ലാം തന്നെ ഈ ഒരു, ഇപ്പൊ EFT എന്ന് നമ്മൾ പറയുമ്പോൾ ഇവിടെ ഒരു ഫോർത്ത് വേവ് സൈക്കോതെറാപ്പി അല്ലെ സൈക്കോളജിയുടെ പാർട്ടാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് സൊമാറ്റിക്, ശരീരവുമായിട്ട് ഇതിനൊരു ഘടനാപരമായ കാര്യമുണ്ട്, അതുപോലെ എനർജി പെർസ്പെക്റ്റീവുമാണ്. ഇപ്പൊ എനർജി സെന്റർ അല്ലെങ്കിൽ ബോഡി സെൻട്രിക് ആൻഡ് എനർജി സെൻട്രിക് അപ്രോച്ചാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മൾക്ക് ഉണ്ടാകാവുന്ന സ്ട്രെസ്സോ ടെൻഷനോ ട്രോമയോ എന്താണെങ്കിലും കൃത്യമായിട്ട് സൊമാറ്റിക് ആസ് വെൽ ആസ് എനർജി പെർസ്പെക്റ്റീവിന്റെ ഒരു കൃത്യമായി ഒരു റിലീസ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു രീതിയാണ് ഫോർത്ത് വേവ് ഉപയോഗിക്കുക. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്ട് ഈ ഫോർത്ത് വേവ് EFT എന്ന് പറയുന്ന ഇപ്പൊ പറഞ്ഞ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്, അതുപോലെ തന്നെ EMDR കേട്ടുകാണായിരിക്കും. ഇവിടെ ഒരു ക്ലാസ്സുകൾ നേരത്തെ നടത്തിയിട്ടുണ്ട്. EMDR എന്ന് വെച്ചാൽ ഐ മൂവ്മെന്റ് ഡീസെൻസിറ്റൈസേഷൻ ആൻഡ് റീപ്രോസസിങ്. ഇതെല്ലാം സിവിയർ ട്രോമ സിറ്റുവേഷൻസിലാണ് യൂസ് ചെയ്തതെന്നുള്ള അതിന്റെ പ്രത്യേകത. ഒരു നോർമൽ കാര്യങ്ങൾക്ക് ഇതൊരു തെറാപ്പി ടൂൾ ആണോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഒരു പ്രധാനപ്പെട്ട ടൂൾ ഉപയോഗിക്കുന്ന സമയത്ത് ക്ലയന്റിനെ സിവിയർ ട്രോമയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന വളരെ ഈസിയാണ്. എന്നുവെച്ചാൽ ട്രോമ റിവീൽ ചെയ്യാതെ, യഥാർത്ഥത്തിലുള്ള പ്രശ്നം റിവീൽ ചെയ്യാതെ വളരെ ഈസി ആയിട്ട് ആ ട്രോമയിൽ നിന്ന് റിലീസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളായിട്ട് വേണം നമുക്ക് ഇതിനെ കാണാം. അങ്ങനെയാണെങ്കിൽ EFTയും EMDRും ഒക്കെ വളരെ, അതുപോലെ തന്നെ MEMI എന്ന് പറഞ്ഞൊരു പുതിയ ടൂൾ, ഇഷ്ടംപോലെ ടൂളുണ്ട്. ഓരോരുത്തരും പുതുതായിട്ട് ചെറിയ ചെറിയ ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട് എന്ന്. മൾട്ടി ചാനൽ ഐ മൂവ്മെന്റ് ഇന്റഗ്രേഷൻ, ഇങ്ങനെയുള്ള ചില പ്രത്യേക, അതുപോലെ എനർജി ഹീലിംഗ് എന്ന് പറഞ്ഞ ഒരു വലിയ ക്ലാസ് ഓഫ് വർക്ക് നമ്മളിവിടെ നടക്കുന്നുണ്ട്. ഇതെല്ലാം ഈ ഫോർത്ത് വേവ് സൈക്കോളജിയുടെ പാർട്ടാണ്. ബോഡി സെൻട്രിക് ആണ്, എനർജി സെൻട്രിക്കുമാണ്. നമുക്കറിയാം ഈസ്റ്റേൺ കൾച്ചർ, അതുപോലെ തന്നെ ചൈനീസ് ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് വളരെ കൃത്യമായിട്ട് നാഡികൾ, ഇന്ത്യൻ കോൺസെപ്റ്റ് വെച്ചാണെങ്കിൽ നാഡികളുടെ ചലനങ്ങൾ, എനർജി ബ്ലോക്ക് വരുന്ന സാഹചര്യങ്ങളെല്ലാം റിലീസ് ചെയ്തുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് എനർജി റിലീസ് ചെയ്ത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെല്ലാം, നമുക്കറിയാം നമ്മുടെ കൈ, കാല്, ഇതെല്ലാം റിഫ്ലക്സോളജിയുടെ പാർട്ടുകളാണ്. എല്ലാത്തിനും ഒരു ഇന്റേണൽ സ്വിച്ചുകൾ കൃത്യമായിട്ട് നമ്മുടെ പാമിലും കാലിൻ്റെ അടിയിലുള്ള പാദത്തിലും ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സ്വിച്ചസ് കറക്റ്റ് ആക്ട് ചെയ്യുന്നതനുസരിച്ച് അത് കറസ്പോണ്ട്സ് ചെയ്യുന്ന ഓർഗൻസിൽ ഈ ഇഫക്റ്റ് വരുന്നുണ്ടോ? വരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു എനർജി ബ്ലോക്ക് ഉണ്ട്. എങ്ങനെ മാറ്റും? അക്യുപഞ്ചർ, അക്യുപ്രഷർ എന്നൊക്കെ പറഞ്ഞ സിസ്റ്റം നമ്മൾ കണ്ടിട്ടുണ്ട്. ഈസ്റ്റേൺ വെസ്റ്റേൺ സിസ്റ്റത്തിൽ പ്രത്യേകിച്ച് അതുണ്ട്, ചൈനീസ് സിസ്റ്റത്തിലൊക്കെ ഉണ്ട്.
അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ചില നീഡിൽസ് പഞ്ചർ ആണെങ്കിൽ ഒരു നീഡിൽ ഉപയോഗിച്ച്, അല്ലെങ്കിൽ പിൻ ഉപയോഗിച്ച്, അല്ലെങ്കിൽ സൂചി ഉപയോഗിച്ച് അത് ജസ്റ്റ് ഒരു സ്പെസിഫിക് പോയിന്റ്സ്, ആ പോയിന്റ്സ് കൃത്യമായിട്ട് അറിയാവുന്നിടത്താണെങ്കിൽ അത് റിലീസ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ വിരൽ കൊണ്ടൊന്ന് ടച്ച് ചെയ്താൽ മതി, പ്രഷർ കോൺസെപ്റ്റ്. അപ്പൊ ഇങ്ങനെയുള്ള സിസ്റ്റം ഉപയോഗിച്ച് വളരെ കൃത്യമായിട്ട് ഈ ടെൻഷനെ നമുക്ക് റിലീവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ഫോർത്ത് വേവ്. അപ്പൊ ഫോർത്ത് വേവ് സൈക്കോളജിയിൽ നിൽക്കുന്ന ഒരു ടൂളാണ് EFT ടൂൾ. ഞാനത് പറയാൻ വേണ്ടിയാണ് ഇത്രയും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഇതിനൊരു പ്രത്യേകത 3 ആസ്പെക്ടുകളിലൂടെ ഉണ്ട്. ഒന്ന് ബോഡി സെൻട്രിക് അപ്രോച്ച് ഉണ്ട്. കാരണം നമ്മളറിയാം ചില പ്രത്യേക മെറിഡിയൻ പോയിന്റ്സിൽ ടച്ച് ചെയ്ത്, അല്ലെങ്കിൽ വിരൽ കൊണ്ട് ടാപ്പിംഗ് എന്ന് പറഞ്ഞ പ്രൊസീജിയറാണ് പറയുന്നത്. അപ്പൊ ടാപ്പ് ചെയ്തുകൊണ്ടാണ് ഈ പ്രോസസ്സ് തന്നെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു സൊമാറ്റിക് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് ഈ തെറാപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്ഥാനമുണ്ട്. ഒരുപക്ഷെ അത്ര ഇപ്പോൾ ഒരു പഞ്ചർ പോലെ അത്ര കൃത്യമായിട്ട് നമ്മൾ ഒരു നീഡിൽ പ്ലേസ് ചെയ്യേണ്ട പോയിന്റുകളെ കുറിച്ചൊന്നും ഇവിടെ അത്ര ബോധമില്ല. സോ ഇറ്റ് ഇസ് സോ സിമ്പിൾ. വളരെ സിമ്പിൾ ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യാം. സെൽഫ് ഹെൽപ്പ്, അല്ലെങ്കിൽ നമുക്ക് സെൽഫായിട്ട് ഉപയോഗിക്കാവുന്ന തെറാപ്പി എന്ന നിലയിൽ ഉപയോഗിക്കാം. വലിയൊരു കൺസിസ്റ്റന്റ് എഫേർട്ട് ഒന്നും ആവശ്യമില്ല. ഒരുമാതിരി ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് യൂസ് ചെയ്യാം. ഇതിന് നെഗറ്റീവ് ആയിട്ടുള്ള വശങ്ങളൊന്നുമില്ല എന്നുള്ളത് വളരെ പ്രത്യേകതയുള്ള മറ്റൊരു കാര്യം. ഇനി അടുത്ത എനർജി സെൻഡിങ്. നമ്മൾ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഓരോ മെറിഡിയൻ പോയിന്റ്സും കണക്ട് ചെയ്യുന്ന ഓരോ ഇന്റേണൽ ഓർഗൻസും, അല്ലെങ്കിൽ ഒരു ചാനലുണ്ട്, ഒരു എനർജി ചാനലുണ്ട്. അപ്പൊ ഈ എനർജി ചാനലിന് ഉണ്ടാകാവുന്ന ചേഞ്ചസ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാക്കാതെയാണെങ്കിൽ പോലും ആ എനർജി ചാനലിന് കൃത്യമായിട്ടുള്ള ഇൻഡ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ ചേഞ്ചസ് നമുക്കുണ്ട്. ഇനി ഇതിനകത്ത് മറ്റൊരു അപ്രോച്ചും കൂടി ഉണ്ട്. ഒരു തേർഡ് വേവ് സൈക്കോളജിയിലെ ഒരു അപ്രോച്ച് പാർട്ടും കൂടി ഇതിനകത്തുണ്ട്. കാരണം ഇറ്റ്സ് കോഗ്നിറ്റീവ് അപ്രോച്ച്. കാരണം ഇതിനോട് കൂടി ഒരു അഫർമേഷൻ പറയുന്നു. പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കുക, അഫർമേഷൻ നെഗറ്റീവ് ആണെന്നൊക്കെ നമ്മൾ ചിന്തിച്ചാൽ പോലും അഫർമേഷൻ ഈസ് അഫർമേഷൻ. നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ പ്രശ്നം എന്താണെന്ന് കൃത്യമായിട്ട് അറിയുക, നമ്മൾ അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം. മറ്റൊരാൾ അറിയുക എന്നുള്ളത് ഇറ്റ് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. പക്ഷെ ഞാൻ എൻ്റെ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ അതൊരു നെഗറ്റീവ് അല്ല, ഇറ്റ് ഇസ് എ പോസിറ്റീവ് അപ്രോച്ച്. അപ്പോൾ ഒരു പോസിറ്റീവ് കോഗ്നിറ്റീവ് അപ്രോച്ചും കൂടെ ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഈ 3 ആസ്പെക്റ്റുകളിലൂടെ കടന്നു പോകുമ്പോൾ EFT എന്ന് പറയുന്നത് ഫോർത്ത് വേവ് സൈക്കോളജിയിൽ വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. ഞാൻ പറഞ്ഞു വളരെ ഇഫക്റ്റീവ് ആണെന്ന് പറയുമ്പോൾ റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നൊരു ചോദ്യം എനിക്ക് തോന്നുന്നു പലരും EFTയുടെ പ്രാക്ടീസ് കഴിഞ്ഞവരുണ്ട്. ഇതിൻ്റെ അകത്ത് നല്ല പേയ്മെന്റിൽ പഠിച്ചിട്ട് റിസൾട്ട് കിട്ടാത്തവരുമുണ്ട്. ഒത്തിരി മോഹന വാഗ്ദാനങ്ങൾ നൽകുന്ന പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനൊരു പാറ്റേൺ ഉണ്ട് ചെയ്യുന്നത്. ഇതിന് ഡ്യൂറേഷൻ ഉണ്ട്. പർട്ടിക്കുലർലി ഈ ഡ്യൂറേഷൻ നമുക്കറിയാം, 30 മിനിറ്റ് മുതൽ 1.5 മണിക്കൂർ 90 സെക്കൻഡ് വരെ ഒരു ടാപ്പിംഗ് സീക്വൻസ് പ്രൊസീഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ വെറും 5 പ്രാവശ്യവും 3 പ്രാവശ്യവും ഒക്കെ ഒരു ഭംഗിക്കൊന്ന് ടാപ്പ് ചെയ്ത് റിസൾട്ട് കിട്ടണമെന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമാണല്ലോ? ഒരിക്കലും അല്ല. ഇവിടെയാണ് ഇതിന്റെ ഒരു ഇഷ്യൂ വരുന്നത്. അപ്പൊ സിവിയർ ആയിട്ടുള്ള ട്രോമയുള്ളവരോ സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരോ രണ്ട് രീതിയിൽ നോക്കുക. അങ്ങനെ ഒരു പ്രശ്നമുള്ളവർ ഇങ്ങനെ ഒരു ഇത്ര സമയം ഇങ്ങനത്തെ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി തയ്യാറാവൂ? ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു പ്രോബ്ലമാണ്. 2, ഇങ്ങനത്തെ പ്രശ്നമില്ലെങ്കിൽ പോലും അതിനുള്ള സമയമൊന്നും നമുക്ക് ഒരിക്കലും ഉണ്ടാകത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ റിസൾട്ടിന് അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് 3 അപ്രോച്ചിൽ കൂടിയാണ് ഫോർത്ത് വേവ് സൈക്കോളജിയിലെ പാർട്ടാണ് EFT എന്ന് ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് നോക്കാം എന്താണ് ഇതിന്റെ ഹിസ്റ്ററി എന്ന് നോക്കാം. ഹിസ്റ്ററി ഓഫ് EFT. ഇവിടെ ഫൗണ്ടർ ഗാരി ക്രെഗ് ആണ്. സ്റ്റാൻഫോർഡ് ട്രെയിൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. അദ്ദേഹത്തിന്റെ ജോലിയുടെ ഭാഗമായിട്ട് ഒരു തോട്ട് ഫീൽഡ് തെറാപ്പി, റോജർ കാർലറിന്റെ തോട്ട് ഫീൽഡ് തെറാപ്പിയിലൂടെ അദ്ദേഹം കടന്നുപോയി. തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാ തെറാപ്പികളും അല്ലെങ്കിൽ എല്ലാ അദ്ദേഹത്തിന് ആ ടച്ച് ഓഫ് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം, ടച്ച് ഓഫ് ഹെൽത്ത് നമുക്കറിയാം. ഇങ്ങനെ ഇതാണ് ടച്ചാണ്. നമ്മുടെ ഫിംഗേഴ്സ് ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിൽ തന്നെ സെൻസിറ്റീവായിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ട് ടച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ചേഞ്ച് ആണ് ഇതിനകത്ത്. അപ്പൊ ടച്ച് ഓഫ് ഹെൽത്ത് ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഇമാജിനേഷനിലൂടെ കൊണ്ടുവന്ന ഒരു ചേഞ്ച് ആണ് EFT എന്ന് പറയുന്നത്. അപ്പൊ TFTയിൽ നിന്ന്, തോട്ട് ഫീൽഡ് തെറാപ്പിയിൽ നിന്ന് TFTയിലേക്ക് ഒരു ചേഞ്ച് ഗാരിയിലൂടെ കടന്നു വന്നു. അത് ഏകദേശം വളരെ പ്രൊഫൗണ്ട് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാക്കി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചേഞ്ച് ഉണ്ടാക്കും എന്ന് പറയുമ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒന്ന് ഓർത്തോണം. ഈ നമ്മൾ പറയത്തില്ലേ, ഏറ്റവും പെട്ടെന്ന് നമുക്ക് ട്രോമ റിലീസ് ചെയ്യുന്ന ടൂളാണെന്ന് പറഞ്ഞ്
റിസൾട്ട് കിട്ടാതെ വരുന്ന സാഹചര്യങ്ങൾ വളരെയധികം ഉണ്ട് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. സോ എന്താണ് TFT ഇതിനെക്കുറിച്ച് ഒന്ന് നമുക്കൊന്ന് നോക്കാം. ഇറ്റ് ഈസ് അൻ എനർജി. TFT എന്താണെന്നൊന്ന് പറഞ്ഞിട്ട് TFT എന്താണോ അത് തന്നെയാണ് EFT. പിന്നെ എന്താണ് വ്യത്യാസം? ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്. ആ വ്യത്യാസങ്ങൾ വളരെ കൃത്യമായിട്ട് ഗ്യാരിയിലൂടെ നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ് പ്രത്യേകത. സോ TFT എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എൻ എനർജി ബേസ്ഡ് ഫോം ഓഫ് സൈക്കോതെറാപ്പി ഡിസൈൻ ടു റെഡ്യൂസ് സിംറ്റംസ് ഓഫ് സൈക്കോളജിക്കൽ ഡിസ്ട്രസ് ബൈ മാനിപ്പുലേറ്റിംഗ് എനർജി ഫ്ലോ ഇൻ ദ ബോഡി. എനർജി ചാനലുകളെ ആക്ടിവേറ്റ് ചെയ്ത് എനർജി ഫ്ലോയെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു എനർജി ബേസ്ഡ് സൈക്കോതെറാപ്പി ടൂളാണ് TFT. അതിനുപയോഗിക്കുന്ന ടാപ്പിംഗ് തന്നെയാണ്. അപ്പൊ ടാപ്പിംഗ് ചെയ്യുന്ന ആ ഏരിയകളിൽ ചില പ്രത്യേക അദ്ദേഹത്തിന്റെ ഇതനുസരിച്ച് കുറെ പാറ്റേൺ ഇവിടെ പറയുന്നുണ്ട്. അത് നമുക്ക് പറഞ്ഞു പോവാം. TFT is a combination of modern psychotherapy as well as Eastern tradition based on ancient Chinese medical practice including acupressure, അക്യുപ്രഷറിന്റെ അതേ കോൺസെപ്റ്റുകൾ കമ്പൈൻ ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടൂളാണ്. അത് എംഫസൈസ് ദ പ്രസൻസ് ഓഫ് ആൻ ഇന്റേണൽ എനർജി സിസ്റ്റം. നമ്മുടെ ശരീരത്തിന്റെ എല്ലാം കണക്ട് ചെയ്ത് ഇന്റേണൽ എനർജി സിസ്റ്റം ഉണ്ടെന്നും ആ ചാനൽ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നും ഏതെങ്കിലും കമ്മ്യൂണിക്കേഷൻ എവിടെയെങ്കിലും ഫെയിൽ ആയാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റേണൽ ഓർഗൻസിനോ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിനോ ഫെയിലിയർ ആകുമെന്നും ആ ഫെയിലിയറിനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടാപ്പിംഗ് സീക്വൻസിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ അതിന്റെ ടെക്നോളജി അല്ലെങ്കിൽ ഇതിന്റെ നെറ്റ്വർക്ക് കോംപ്ലക്സ് ആണെങ്കിലും പ്രൊസീജിയർ വളരെ സിമ്പിൾ ആണെന്നാണ് ഗാരി കാഹ്ലർ പറയുന്നത്. എനർജി ഫ്ലോ അലോങ് ദ നെറ്റ്വർക്ക് പാത്വേസ് കോൾഡ് മെറിഡിയൻസ്. അപ്പോൾ നമുക്ക് അറിയാം നമ്മുടെ ശരീരത്തിൽ ഇഷ്ടംപോലെ മെറിഡിയൻസ് ഉണ്ട്. നമ്മൾ വളരെ കുറച്ച് മെറിഡിയൻസ് മാത്രമേ ഇത് ടച്ച് ചെയ്യുന്നുള്ളൂ. ഒരു അക്യൂ പ്രഷർ അല്ലെങ്കിൽ അക്യൂ പങ്ക്ചർ കോൺസെപ്റ്റ് പറയുകയാണെങ്കിൽ ശരീരത്തിൽ അനേകം മെറിഡിയൻസ്, 200-ലധികം മെറിഡിയൻ പോയിന്റ്സുകൾ ഉണ്ടായിട്ട് പറയും. ചക്രാസ് എന്നൊക്കെ നമ്മൾ പറയും. ചക്രാസ് എന്ന് പറയും, നാഡികൾ എന്ന് പറയും. 218 അങ്ങനെ ഒരു നമ്പർ പ്രത്യേകം പറയുന്നു. And involves its own set of internal organs ends at specific points in the skin. ഇപ്പൊ സ്കിന്നിന്റെ സർഫസിലും ഈ പറയുന്ന ഇന്റേണൽ ഓർഗൻ, സ്പെസിഫിക് ഇന്റേണൽ ഓർഗനും കണക്ട് ചെയ്യുന്ന ചാനലിലാണ് പലപ്പോഴും ബ്ലോക്ക് ഉണ്ടാകുന്നത്. അപ്പൊ ആ ബ്ലോക്കിനെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് അതിനെ എനർജി ബ്ലോക്കേജ് മാറ്റി സ്റ്റിമുലേറ്റ് ചെയ്യുക. സോ സ്റ്റിമുലേറ്റിംഗ് ദ മെറിഡിയൻ എൻഡ് പോയിന്റ്സ് ബൈ അപ്ലൈയിങ് പ്രഷർ ബൈ അക്യുപ്രഷർ ഓർ അക്യുപങ്ക്ചർ ഈസ് ബിലീവ്ഡ് ടു ബി റിമൂവ് ബ്ലോക്കേജ് ആൻഡ് റീസ്റ്റോറിംഗ്. ഈ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ നീഡിൽ ഉപയോഗിക്കാറില്ല, പക്ഷേ അക്യുപ്രഷറിനെ പോലെ കൂടുതൽ പോയിന്റ്സ് ഉപയോഗിക്കുക. പക്ഷേ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റിമുലേറ്റ് ചെയ്യും, അതുപോലെ തന്നെ എനർജി ബ്ലോക്കേജ് മാറ്റുകയും ചെയ്യും. സോ ഇവിടെ TFT-യിൽ പ്രധാനമായും 4 തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുന്നു. 4 സ്റ്റെപ്പിലാണ് അത് ചെയ്യുന്നത്. ഒന്ന് തോട്ട് ഫീൽഡ്സ് ആൻഡ് പെർട്ടർബേഷൻസ്. തോട്ട് ഫീൽഡുകൾ എന്ന് വെച്ചാൽ ഓരോ എനർജി സെന്റേഴ്സിൽ അല്ലെങ്കിൽ ഓരോ മെറിഡിയൻ പോയിന്റ്സിലും അതിനോട് ചേർന്ന് കുറെ ചിന്തകൾക്കാണെങ്കിലും അതല്ലെങ്കിൽ ഈ പറയുന്ന പോയിന്റുകൾക്കാണെങ്കിലും അതിന്റെ ഓർഗനുമായിട്ട് കണക്ട് ചെയ്ത് എപ്പോഴും ഒരു തോട്ട് ഫീൽഡ് ഉണ്ട്. ഇതൊരു എനർജി ഫീൽഡാണെന്ന് വിചാരിച്ചാൽ മതി. ചിന്തകളുമായിട്ട് തന്നെ കണക്ട് ചെയ്യേണ്ട എനർജി ഫീൽഡാണ്. എനർജി ബിൽട്ടപ്സ് ആൻഡ് ബ്ലോക്കേജ് ആണ് പെർട്ടർബേഷൻസ് പറഞ്ഞത്. ചില സമയത്ത് ആ പോയിന്റിൽ എനർജി പല റീസൺസ്, എക്സ്റ്റേണൽ ഫാക്ടർ ആകാം, ശരീരത്തിലുള്ള എലിമെന്റ് ആകാം, ഈ പറഞ്ഞ പോലെ സൈക്കോസൊമാറ്റിക് പ്രോബ്ലംസ് ആകാം, എന്തും ആകാം, അവിടെ ബ്ലോക്കേജ് ഉണ്ടാകും. ഇനി രണ്ടാമത്തെ പാർട്ട്, അതാണ് ഫസ്റ്റ് പാർട്ട്, ഇതിനെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാം. സെക്കൻഡ് പാർട്ട് ആൽഗരിതംസ്, സ്പെസിഫിക് ടാപ്പിംഗ് സീക്വൻസ്. TFT-യെ സംബന്ധിച്ചോളം ആ പ്രോസസ്സിന് ആൽഗരിതംസ് എന്നാണ്, കമ്പ്യൂട്ടർ ആൽഗരിതംസ് എന്നൊക്കെ പറയുന്ന പോലെ ഓരോ ടൈപ്പ് സൊല്യൂഷനും പ്രോബ്ലം സോൾവ് ചെയ്യാനും ഓരോ ടൈപ്പ് ആൽഗരിതം. ഇപ്പൊ ആൽഗരിതത്തിന്റെ എണ്ണത്തിൽ വളരെ കൂടുതലാണ്. ഓരോ ടൈപ്പ് ഓർഗൻസിന്റെ പ്രൊസീജിയറിനും ആൽഗരിതം ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഇച്ചിരി കോംപ്ലക്സ് ആണ്. സ്പെസിഫിക് ടാപ്പിംഗ് സീക്വൻസസ് ആണ് ആൽഗരിതംസ് എന്ന് പറയുന്നത്. കോസൽ ഡയഗ്നോസിസ്, യഥാർത്ഥത്തിലുള്ള പ്രോബ്ലം എന്താണ്. ഫസ്റ്റ് പ്രൊസീജിയർ യൂസ്ഡ് ബൈ ദ തെറാപ്പിസ്റ്റ് ടു ഡിറ്റർമൈൻ ദ കറക്റ്റ് ടാപ്പിംഗ് സീക്വൻസ്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ടാപ്പിംഗ് സീക്വൻസ് ഐഡന്റിഫൈ ചെയ്ത് ആ പ്രശ്നത്തിനെ കറക്റ്റ് ഡയഗ്നോസ് ചെയ്യും. അത് തെറാപ്പിസ്റ്റിന്റെ പർപ്പസ് ആണ്. ആൽഗരിതംസിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ഈ സീക്വൻസിനും ചില കോംപ്ലക്സിറ്റികളുണ്ട്. ദെൻ ഫൈനലി സൈക്കോളജിക്കൽ റിവേഴ്സൽ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ നെഗറ്റീവ് തിങ്കിങ്. അപ്പൊ നെഗറ്റീവ്, അപ്പൊ ഈ പ്രോസസ് 3 പ്രോസസ്സ് കഴിഞ്ഞു. അപ്പൊ നമ്മുടെ റിലീവ് ചെയ്തു, അല്ലെങ്കിൽ പ്രശ്നം സോൾവ് ആയി. അതിനുശേഷം ഉണ്ടാകാവുന്ന ഒരു റിലാപ്സ് ആണ് സൈക്കോളജിക്കൽ റിവേഴ്സൽ എന്ന് പറയുന്നത്. തിരിച്ചു വരാം, രോഗം പോയില്ല അല്ലെങ്കിൽ ആ പ്രശ്നം മാറിയില്ല എന്ന് തോന്നുന്നത്, അത് പലപ്പോഴും നെഗറ്റീവ് തിങ്കിങ് കൊണ്ടാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ 4 പ്രൊസീജിയറിലൂടെയാണ് കിടക്കുന്നത്.
അപ്പൊ ഈ 4 പ്രൊസീജിയറുകളെയും വളരെ സിംപ്ലിഫൈ ചെയ്ത് എല്ലാ രോഗങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ ഈ പറഞ്ഞ എനർജി ബ്ലോക്കേജിനും ഒരേ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരികയാണ് EFTയിലൂടെ ഗാരി ചെയ്തത്. ഇതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. സോ നമ്മൾ ഇത്രയും പ്രൊസീജിയറിനെ വളരെ സിംപ്ലിഫൈ ചെയ്ത് ഏത് പ്രൊസീജിയറിനും അല്ലെങ്കിൽ ഏത് പ്രോബ്ലത്തിനും ഒരേ പ്രൊസീജിയറിലൂടെ മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയാണ് EFTയിലൂടെ. സോ അതുകൊണ്ട് തന്നെ അതുപോലെ ഒരു പ്രോസസ്സും കൂടെ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. ഇതും EFTയിൽ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഇനി EFT നീഡ് ടു റേറ്റ് ദ ലെവൽ ഓഫ് ഡിസ്ട്രസ്, സബ്ജക്റ്റീവ് യൂണിറ്റ് ഓഫ് ഡിസ്കംഫർട്ട് എന്നോ ഡിസ്ട്രസ്ന്നോ SUD എന്ന് പറഞ്ഞൊരു സ്കെയിൽ നമ്മൾ യൂസ് ചെയ്യണം. പ്രത്യേകിച്ച് EFTയിൽ ഏത് പ്രോസസ്സ് ചെയ്യുമ്പോഴും SUDയെ ബേസ് ചെയ്താണ് ചെയ്യുന്നത്. ഏത് പ്രോസസ്സ് ചെയ്യുമ്പോൾ SUD നോക്കണം, സബ്ജക്റ്റീവ് യൂണിറ്റ് ഓഫ് ഡിസ്ട്രസ്. നമ്മുടെ ഡിസ്കംഫർട്ട് എത്രയാണ്? അത് 0 മുതൽ 10 വരെയുള്ള സ്കെയിലാണ്. 10 എന്ന് പറഞ്ഞാൽ ഹയർ ലെവലാണ്, 0, 1, 2, 3 എന്നൊക്കെ പറയുന്നത് ലോവർ ലെവലാണ്. എന്നുവെച്ചാൽ പ്രശ്നമില്ല എന്ന് തന്നെ ഫീൽ ചെയ്യാം. അപ്പൊ 10 എന്ന് പറയുന്ന ഡിസ്കംഫർട്ടിൽ ഇരുന്ന ഒരു വ്യക്തി ആഫ്റ്റർ TFT അല്ലെങ്കിൽ EFT പ്രോഗ്രാമിന് ശേഷം അവരുടെ ഡിസ്ട്രസ് കുറഞ്ഞ് 0 ആകുന്നവരെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യണം. സോ അതാണ് SUDയുടെ ഇമ്പോർട്ടൻസ്. അപ്പൊ നമ്മൾ SUD ചെക്ക് ചെയ്തിട്ട് ഒരു ചേഞ്ച് ചെയ്തു, 10ൽ നിന്ന് 8 ആയി, 8ൽ നിന്ന് 6 ആയി, ഓക്കെ ഐ ആം ഹാപ്പി എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിന് പകരം SUD 0 to 1 റേഞ്ചിൽ വരുന്നത് വരെ ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്ത്, അതാണ് നമ്മൾ 30 മിനിറ്റ്സ് മുതൽ ഏകദേശം 90 മിനിറ്റ്സ് വരെ. സോ അതിന്റെ സെഷൻസിന്റെ ഡ്യൂറേഷൻ പറയുന്നത് സെഷൻ ക്യാൻ ലാസ്റ്റ് എനിവെയർ ബിറ്റ്വീൻ ഓർ ഫ്രം 30 മിനിറ്റ്സ് ഓർ ലെസ് ടു 90 മിനിറ്റ്സ്. അപ്പോൾ ഏകദേശം 1/2 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ സമയത്ത് ഈ പ്രോസസ്, ഈ ടാപ്പിംഗ് പ്രോസസ് നമ്മൾ ചെയ്യണം വിത്ത് SUD സ്കെയിൽ. In some cases, such as those involving addiction, depression, severity, ട്രോമയുടെ സിവിയറിറ്റി എത്രമാത്രം കൂടുന്നോ അതിനനുസരിച്ച് അതുപോലെ ആൽഗരിതം യൂസ് ചെയ്യുന്ന, ഇവിടെ EFTയിലേക്ക് വരുമ്പോൾ ആൽഗരിതത്തിന്റെ പ്രശ്നം വരുന്നില്ല, നമുക്ക് ആ സ്ട്രെസ് അല്ലെങ്കിൽ ആ സിംറ്റത്തെ കുറയ്ക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം സ്വല്പം കോംപ്ലക്സ് ആണ്. നമ്മൾ അതിനു വേണ്ടി എടുക്കുന്ന എഫേർട്ട്, നമ്മുടെ ഫോക്കസ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മളുടെ പേഴ്സണലൈസ്ഡ് പ്രോബ്ലം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഡെപ്ത്, SUD ലെവൽ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ്. ഇത് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാൻ പറയുക, അതിന്റെ ജഡ്ജ്മെന്റ് അനുസരിച്ച് മുന്നോട്ട് പോവുക, ഈ പ്രോസസ്സ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക, ഇതെല്ലാം ഇതിനകത്ത് വളരെ കൃത്യതയോടെ ചെയ്യും. അപ്പൊ ഈ പ്രോസസ്സുകളെല്ലാം റെഡ്യൂസ് ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ട് EFT എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് ഗാരി നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. സോ ദാറ്റ് മച്ച് ഇറ്റ് ഈസ് സോ സിമ്പിൾ. ഇനി നമുക്ക് ഇതിന്റെ 1-2 പോയിന്റ്സ് കൂടെ ഒന്ന് പറയാം. ഇവിടെ 2 രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ആസ് യൂഷ്വൽ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം, ഇതൊക്കെ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ജനറിക് സെറ്റപ്പ് ഫ്രേസ്, നമ്മൾ അതിന്റെ ജനറൽ കോൺസെപ്റ്റ് ഇങ്ങനെ പറയുന്നത്, ഈവൻ ദോ ഐ ഹാവ് ദിസ് പ്രോബ്ലം, ഐ എം ഡീപ്ലി ലവ് ആൻഡ് അക്സെപ്റ്റ് മൈസെൽഫ്. ആദ്യം നമ്മൾ ആ പ്രോബ്ലത്തെ ഐഡന്റിഫൈ ചെയ്യും. വാട്ട് ഈസ് എ പ്രോബ്ലം? സോ നമ്മുടെ മുമ്പിലുള്ള പ്രോബ്ലം കൃത്യമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. സെറ്റപ്പ് ഫ്രേസ്. എന്നെ സംബന്ധിച്ചോളം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഞാൻ എന്നെ കൂടുതൽ സ്നേഹിക്കുകയും അംഗീകരിക്കും. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് പ്രോബ്ലമാണ്. സ്റ്റേറ്റ് ദെൻ അക്സെപ്റ്റ് ദ പ്രോബ്ലം. അത് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ പോലും ഞാൻ എന്നെ കൂടുതലായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു, ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കും. ഇതാണ് ഫസ്റ്റ് പാർട്ട്. ഇത് പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആണ്? ഇത് കേൾക്കുമ്പോൾ ഒരു നെഗറ്റീവ് ഫീൽ തോന്നും. ഇതൊരിക്കലും നെഗറ്റീവ് അല്ല, കാരണം ദിസ് ഈസ് സംതിങ് അബൌട്ട് മീ, എന്നെ കുറിച്ചാണ് പറയുന്നത്. എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ വേറെ അറിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു ട്രെൻഡ് തന്നെയുണ്ട്, എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആരും എന്നെ അറിയിക്കുന്നില്ല, ഞാൻ അറിയത്തില്ല എനിക്കിങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് പോലും. അങ്ങനെയൊക്കെയുള്ള ഒരു സിസ്റ്റം. ഇപ്പോൾ ഈവൻ മെഡിക്കൽ ഡയഗ്നോസിസിലൊക്കെ പല കാര്യങ്ങളും മറച്ചു വെച്ച് ട്രീറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് ദാറ്റ്സ് നോട്ട് എ റൈറ്റ് വേ. ഇവിടെയാണ് നോക്കുന്നത്, ഈവൻ ദോ ഐ ഹാവ് ദിസ് പ്രോബ്ലം, ആ പ്രോബ്ലം എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്യുക. ദെൻ വി ഗോ ഫോർ ദി അക്സെപ്റ്റൻസ് സ്റ്റേറ്റ്മെന്റ്. ദെൻ ഇതിന്റെ റിമൈൻഡർ ഫേസിൽ ഇപ്പോൾ ഉള്ള പ്രോബ്ലത്തെ ഏറ്റവും ഷോർട്ടാക്കി ഒരു ഷോർട്ട് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇത് നമ്മൾ പല പോയിന്റും ടാപ്പ് ചെയ്യുന്ന എല്ലാ പോയിന്റുകളും നമ്മൾ ഈവൻ ദോ ഐ ഹാവ് ദിസ് പ്രോബ്ലം എന്ന് പറയേണ്ട കാര്യമില്ല. സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ പറയുക, അതിനുശേഷം
റിമൈൻഡർ ഫേസ് ഉപയോഗിച്ച് കൃത്യമായിട്ട് ബാക്കിയുള്ള പോയിന്റ്സിൽ ടാപ്പ് ചെയ്ത് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് പാർട്ടും ജനറിക് ആസ് വെൽ ആസ് റിമൈൻഡർ ഫേസ് കൃത്യമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക. മലയാളത്തിലോ ഇംഗ്ലീഷിലോ. ഇത് ആർക്ക് കേൾക്കാനാണ് പറയുന്നത്? നമ്മുടെ ശരീരത്തിന് കേൾക്കാനാണ്. അതുകൊണ്ട് നമുക്കറിയാവുന്ന ഭാഷയിൽ പറയാം, മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ പറയാം. ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന ഭാഷ അത് ഉപയോഗിക്കും. പക്ഷേ എൻ്റെ കോൺസെപ്റ്റ് ഇതാണ് പറയുന്നത്. നമ്മുടെ ബോഡിയുടെ പ്രധാനത്തുള്ള എലിമെന്റ് പ്രശ്നം എന്താണോ അത് കൃത്യമായിട്ട് പറയുക. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ അവസ്ഥയിലും ഈ സാഹചര്യത്തിലും ഞാൻ എന്നെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു. ഐ ആക്സെപ്റ്റ് ദിസ് കണ്ടീഷൻ. ഇങ്ങനെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ. പിന്നെ നമ്മൾ അടുത്ത പോയിന്റ് ശ്രദ്ധിക്കാനുള്ളത് പ്രധാനമായിട്ടുള്ള ടാപ്പിംഗ് പോയിന്റ്സുകളാണ്. കുറേ ടാപ്പിംഗ് പോയിന്റ്സ് ഉണ്ട്, ഒത്തിരി ഇല്ല എങ്കിലും വളരെ സെൻസിറ്റീവായ കുറേ ടാപ്പിംഗ് പോയിന്റ്സുകളുണ്ട്. ഇത് കാണാമോ? കാണാം സർ. ഓക്കെ, ഒരു സെക്കൻഡ്. കാണാം സർ. ഓക്കെ ഓക്കെ. ഇപ്പോൾ കാണാമല്ലോ അല്ലേ? ക്ലിയർ ആണല്ലോ? യെസ്. ഇത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കരാട്ടെ ചോപ്പാണ്. കരാട്ടെ ചോപ്പ് ഈ പോയിന്റ് ഫസ്റ്റ് പോയിന്റ് കരാട്ടെ ചോപ്പാണ്. ഈ കരാട്ടെ ചോപ്പിൽ നമ്മൾ ആദ്യത്തെ ആ ഫ്രേസ് കൃത്യമായിട്ട് പറയണം. അതാണ് ഫ്രേസ്, ഫസ്റ്റ് ഫ്രേസ്, ജനറിക് ഫ്രേസ്. ഈവൻ ദോ ഐ ഹാവ് ദിസ് പ്രോബ്ലം സ്റ്റിൽ ഐ ലവ് ആൻഡ് ആക്സെപ്റ്റ് മൈസെൽഫ്. ടാപ്പ് ചെയ്യാം. എത്ര പ്രാവശ്യം ടാപ്പ് ചെയ്യാം? ഒരു 7. ആ ജനറിക് ആയിട്ടുള്ള ആ ടോപ്പ് പറയുന്നവരെ നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്യുമ്പോൾ ഈ പോയിന്റ് ടാപ്പ് ചെയ്യാം. കരാട്ടെ ചോപ്സ് ഇങ്ങനെയും ടാപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് വിരൽ വെച്ച് ടാപ്പ് ചെയ്യാം. രണ്ട് കയ്യിലും ടാപ്പ് ചെയ്തതിന് കുഴപ്പമില്ല, അത് ഇഷ്ടം പോലെ ചെയ്യാം. ഒരു കയ്യിൽ ടാപ്പ് ചെയ്യാം. അടുത്ത് ഈ പ്രൊസീജിയർ ഞാൻ പറഞ്ഞത് 30 to 90 മിനിറ്റ്സ് വരെയൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ടാപ്പ് ചെയ്യാൻ സ്ഥലം ഇഷ്ടംപോലെ ഉണ്ട്. രണ്ട് സൈഡിലും നമുക്ക് ടാപ്പ് ചെയ്യാം. സോ ഫസ്റ്റ് ടൈം ടാപ്പ് ചെയ്യാം. ഓക്കെ, ഇതാണ് ജനറിക് ഏരിയ. ജനറിക് ഏരിയ വളരെ കൃത്യമായിട്ട് ടാപ്പ് ചെയ്യാം. രണ്ടാമത്തെ പോയിന്റ് ടോപ്പ് ഓഫ് ദി ഹെഡ്. ടോപ്പ് ഡൗൺ ഒരു കോൺസെപ്റ്റിലാണ് പോകുന്നത്. ടോപ്പ് ഓഫ് ദി ഹെഡ് ഇവിടെ അത് കൃത്യമായിട്ട് ഒരു പോയിന്റ് പറയുന്നില്ല എങ്കിലും നമ്മൾ എണ്ണയൊക്കെ തേക്കുന്നു എന്നൊക്കെ പറയുന്ന ആ ഏരിയയിൽ കൃത്യമായിട്ട് ടാപ്പ് ചെയ്യാം. ഒരു 7 to 12 വരെയുള്ള ഡ്യൂറേഷൻ നമുക്ക് ടാപ്പ് ചെയ്യാം. മൈൻഡ്ഫുൾ ആയിട്ട് ടാപ്പ് ചെയ്യണം. ടാപ്പിംഗ് വളരെ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മളത് അറിയണം. ആ സെൻസേഷൻ നമുക്ക് ഫീൽ ചെയ്യണം. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഐബ്രോസ്. നമ്മുടെ രണ്ട് പുരികങ്ങൾ കൂടുന്ന പൊട്ടുകുന്ന ഏരിയ എന്നൊക്കെ പറയുന്നത് ഐബ്രോസ്. ദെൻ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കണ്ണിന്റെ രണ്ട് സൈഡുകൾ. കണ്ണിന്റെ രണ്ട് സൈഡുകളിലായിട്ട് ടാപ്പ് ചെയ്യാം. പിന്നെ കണ്ണിന്റെ താഴെയുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്യാം. പോയിന്റ്. ദെൻ പിന്നെ വരുന്നത് മൂക്കിന്റെ താഴെയായിട്ട് ടാപ്പ് ചെയ്യാം. ദെൻ അണ്ടർ ദി ലിപ്സ്, കുഴി പോലുള്ള ഭാഗത്ത് ടാപ്പ് ചെയ്യാം. ദെൻ ഈ കോളർ ബോൺസിന്റെ ആ എൻഡ് ചെയ്യുന്നതിന്റെ തൊട്ട് താഴെയായിട്ട്, കോളർ ബോൺസിന്റെ ഒരു ചെറിയ മുഴ പോലെ കാണാം, അതിന്റെ തൊട്ട് താഴെയായിട്ട് ടാപ്പ് ചെയ്യാം. പിന്നെ അണ്ടർ ദ ഹാൻഡ്സ് ഇത്രയും ഭാഗത്ത് ടാപ്പ് ചെയ്യാം. ഇതാണ് പ്രധാനപ്പെട്ട ടാപ്പിംഗ് പോയിന്റ്സ്. അപ്പൊ ഈ ഫസ്റ്റ് കരാട്ടെ ചോപ്സിലാണ് അവിടെ നമ്മൾ ഫുൾ ഫ്രേസ് പറയണം. അതിനുശേഷമുള്ള അടുത്തൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സെക്കൻഡ് ഫ്രേസ് എന്ന് പറഞ്ഞാൽ ആ ഫ്രേസ് ഒരു ഷോർട്ട് ഫോമിലാക്കുക. അപ്പൊ എനിക്ക് തലവേദന ഉണ്ടെങ്കിലും ഞാൻ എന്നെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ശക്തമായി എനിക്ക് തലവേദന ഉണ്ടെങ്കിലും ഞാൻ അവിടെ നമ്മൾ പറഞ്ഞ് എനിക്ക് തലവേദന ഉണ്ട്, എൻ്റെ തലവേദന, ആ ഒരു രീതിയിൽ അതിനെ ഫ്രേസ് ചെയ്യുക. എനിക്ക് തലവേദന ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ തലവേദനയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ മതി. ദെൻ ഇതിന്റെ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ഹാൻഡ്സിലുള്ള ടാപ്പിംഗ് പോയിന്റ്സ് ആണ്. ഹാൻഡ്സിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കരാട്ടെ ചോപ്സ് സ്റ്റാർട്ടിംഗ് ആണ്. ദെൻ അതിനുശേഷം പിന്നെ വരുന്നത് ഓരോ ഫിംഗേഴ്സിലും. ഓരോ ഫിംഗേഴ്സ് എന്ന് പറയുമ്പോൾ റിംഗ് ഫിംഗർ ഒഴിച്ച് ബാക്കി എല്ലാ ഫിംഗേഴ്സിന്റെയും ഇങ്ങനെയുള്ള ഏരിയ ഇവിടെ ടാപ്പ് ചെയ്യാം. റിംഗ് ഫിംഗറിൽ മെറിഡിയൻ പോയിന്റ്സ് ഇല്ലാത്തതുകൊണ്ട് ടാപ്പ് ചെയ്യാറില്ല. ടാപ്പ് ചെയ്തു എന്ന് വെച്ച് പ്രശ്നമില്ല, അതൊരു ടെൻഷൻ ആക്കണ്ട, ഒരു കോഗ്നിറ്റീവ് ചലഞ്ച് അവിടെ ഉണ്ടാക്കണ്ട. ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്ത് പോയി എന്ന് വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല. ടാപ്പ് ചെയ്താലും കുഴപ്പമില്ല, ടാപ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അവിടെ മെറിഡിയൻ പോയിന്റ്സ് ഒന്നും ഇല്ല എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ദെൻ അടുത്ത പോയിന്റുകൾ മിഡിൽ ഫിംഗർ, ദെൻ ചൂണ്ടുവിരലിന്റെ, അതുപോലെ തമ്പിൽ കൃത്യമായിട്ട് ടാപ്പ് ചെയ്യുക. പിന്നെ ഒരു ഗിമിഡ് പോയിന്റ്സ് എന്ന് പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ ചെറുവിരലിന്റെയും മോതിരവിരലിന്റെ ഇടയിലുള്ള ആ സ്ലോട്ടിൽ ടാപ്പ് ചെയ്യും. ദെൻ നമുക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഈ പോയിന്റ് ടാപ്പ് ചെയ്യാം, നിർബന്ധമില്ല എങ്കിലും വേണമെങ്കിൽ ഈ പോയിന്റ് ടാപ്പ്. അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടുള്ള പോയിന്റുകളായിട്ട് പറയുന്നത്.
ഈ പോയിന്റുകളെ കൃത്യമായിട്ട് നമുക്ക് ടാപ്പിംഗ് സിസ്റ്റത്തിലൂടെ കണ്ടെത്തും. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ്. ഇതിന്റെ ഡ്യൂറേഷൻ നമ്മുടെ SUD വാല്യൂവിനനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യണം. യഥാർത്ഥത്തിലുള്ള പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക. ഒരേ സമയത്ത് ഒന്നിലധികം പ്രോബ്ലംസ് പറയരുത്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത പ്രോബ്ലം റേസ് ചെയ്യാവൂ. അതിന് തീർച്ചയായിട്ടും റിലാക്സേഷൻ കൊടുക്കണം. നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം, പ്രോബ്ലം ചേഞ്ച് ആയോ, ആ പ്രോബ്ലം കുറഞ്ഞോ. നമ്മൾ പറഞ്ഞു ശരിക്കുള്ള സിസ്റ്റം അനുസരിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 30 to 90 മിനിറ്റ്സ് വരെ SUD ലെവൽ 0-1 ലെവലിൽ എത്തുന്നത് വരെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളൊരു സെഷനിൽ ഒരു ടാപ്പിംഗ് പ്രൊസീജിയർ വെച്ചാൽ ഒരു കാരണവശാലും നമ്മുടെ ഒരു പ്രോബ്ലം അഡ്രസ് ചെയ്യപ്പെടുന്നില്ല. കാരണം നമുക്കത് കൃത്യമായിട്ട് SUD അനലൈസ് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഇതാണ് പ്രൊസീജിയേഴ്സിന്റെ സിസ്റ്റം. ഇനി ഏത് തരത്തിലുള്ള ഇതിനെ എന്ത് ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് ചെയ്യാം. നമുക്കൊരു ബ്രീത്തിങ് പ്രാക്ടീസ് ഒന്ന് ചെയ്ത് നോക്കാം. സിമ്പിൾ ബ്രീത്തിങ് പ്രാക്ടീസ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം EFTയുടെ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ബ്രീത്തിങ് പ്രാക്ടീസ് ഒന്ന് ചെയ്യാം. അതിന് നമ്മൾ ബ്രീത്തിങ് ആണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാവരും ബ്രീത്ത് ചെയ്യുന്നത് 100% എഫക്റ്റീവായിട്ടാണോ, ഡീപ്പ് ബ്രീത്തിങ് ആണോ നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ശ്വാസകോശം മുഴുവൻ നിറയാറുണ്ടോ? നമുക്ക് 100% കപ്പാസിറ്റി ഉള്ള ശ്വാസകോശമാണെന്ന് എല്ലാവർക്കും അറിയാം. എത്ര ശതമാനം നിറയാറുണ്ട് നമ്മുടെ ഒരു ബ്രീത്തിങ്ങിൽ? എത്ര കോൺഷ്യസ്, എത്ര മൈൻഡ്ഫുൾനെസ്സോട് കൂടിയാണ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത്? രാജു സാർ എന്തെങ്കിലും അഭിപ്രായം പറയുന്നു? 30% ആവുന്നു. 30%. നമുക്കറിയാം ബ്രീത്തിങ് ആണ് ഏതിനേക്കാളും കൂടുതൽ നമ്മുടെ ശരീരത്തിലുള്ള ഒരു നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടെങ്കിൽ, ഒരു രോഗമുണ്ടെങ്കിൽ, എത്ര മാരക രോഗമാണെങ്കിലും ബ്രീത്തിങ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് അതിനൊക്കെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്രീത്തിങ് പ്രോസസ്സിനെ നമുക്ക് EFT ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഒരു ബ്രീത്തിങ് പ്രൊസീജിയർ ചെയ്യാം. EFT തെറാപ്പി അതിൻ്റെ കൂടെ അപ്ലൈ ചെയ്യാം. SUD സ്കെയിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. എന്നിട്ട് എത്രമാത്രം ചേഞ്ച് നമുക്ക് വരുന്നുണ്ടെന്ന് നോക്കാം. നമുക്കുള്ള സമയത്ത് ഒരു പ്രൊസീജിയർ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒരു ബ്രീത്തിങ് പൊസിഷനിലേക്ക് കടന്നു, ഒരു മെഡിറ്റേഷൻ മൂഡിലേക്ക് ഒന്ന് കടന്നു വരിക. എല്ലാവരും സ്ട്രെയിറ്റ് ആയിട്ട് കാലൊക്കെ താഴ്ത്തി, കൈകളൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ തൊണ്ടയിൽ മുട്ടിച്ചിരിക്കുക, സ്ട്രെയിറ്റ് ആണ്, നടുവൊക്കെ നിവർത്തിയിരിക്കുക. എന്നിട്ട് ആദ്യമേ നമ്മളൊന്ന് ബ്രീത്ത് ചെയ്യുക. ഒരു 3 times ഒരു ബ്രീത്തിങ് മൂഡിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി നമ്മളൊരു 3 times ബ്രീത്ത് ചെയ്യുക. അതിനുശേഷം ഒരു സ്വല്പ നേരം ഒന്ന് സാവകാശം ഒന്ന് ബ്രീത്ത് ചെയ്യുക. അതിനുശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മളൊന്ന് ബ്രീത്ത് ചെയ്യുക. ബ്രീത്ത് ചെയ്യുമ്പോൾ ആസ് യൂഷ്വൽ നമുക്കറിയാം, ബ്രീത്തിങ് അകത്തേക്ക് ശ്വാസം വലിക്കുമ്പോൾ നമ്മുടെ വയറ് പുറത്തേക്ക് തള്ളി വരണം. ഇതാണ് ബ്രീത്തിങ്ങിന്റെ യഥാർത്ഥ മെക്കാനിസം. അകത്തേക്ക് ശ്വാസം കയറുമ്പോൾ ഡയഫ്രം താഴോട്ട് വരണം, വയർ പുറത്തേക്ക് വികസിച്ച് വരണം. അപ്പോഴാണ് മാക്സിമം എയർ ഇൻടേക്കിലേക്ക് വരുന്നത്. ശ്വാസം സ്വല്പം നേരം ഹോൾഡ് ചെയ്തിട്ട് വളരെ സ്ലോ ആയിട്ട് റിലീസ് ചെയ്യുക. സ്ലോ ആയിട്ട് റിലീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വയറ് നട്ടലിൻ്റെ അടുത്തേക്ക് ചുരുങ്ങി വരണം. ആ പ്രൊസീജിയർ കൃത്യമാണ് മനസ്സിലാക്കുക. ആ പ്രൊസീജിയർ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ വയറൊന്ന് അകത്തേക്ക് ഇത് വെച്ചിട്ട് ശ്വാസം എടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വയർ പുറത്തേക്ക് വികസിച്ച് വന്നു. നമ്മൾ ആ പ്രൊസീജിയേഴ്സ് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്. നമ്മൾ ബ്രീത്തിങ് പ്രൊസീജിയർ തന്നെ പലപ്പോഴും തെറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളുക. വയറൊന്ന് ചുരുക്കി വെച്ചിട്ട് ശ്വാസം അകത്തേക്ക് എടുക്കും, ഓട്ടോമാറ്റിക്കായി വയർ പുറത്തേക്ക് പൊക്കോളും. പിന്നെ ആ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് പോകും. അപ്പോൾ അതൊന്ന് ചെയ്യുക. ആദ്യം നമുക്ക് ആ ഒരു ബ്രീത്തിങ് മൂഡിലേക്ക് വരാം. ബ്രീത്തിങ് മൂഡിലേക്ക് വരുമ്പോൾ നിങ്ങൾ 3 പ്രാവശ്യം ബ്രീത്ത് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഷുഡ് ലെവൽ, എത്ര ശതമാനം നിങ്ങളുടെ ശ്വാസകോശം നിറയുന്നുള്ളത് നിങ്ങളൊന്ന് കൃത്യമായിട്ട് സെൻസ് ചെയ്യുക. ആ 3 പ്രോസസ്സിലും എത്രമാത്രം നമ്മുടെ സബ്ജക്റ്റീവ് യൂണിറ്റ് ഓഫ് ഡിസ്ട്രസ് എന്താണ്? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ശ്വാസകോശത്തിലേക്ക് നമുക്ക് ഓക്സിജനെ എത്തിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ വായുവിനെ എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ കപ്പാസിറ്റിയിൽ നമ്മളുടെ ശ്വാസം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ അതൊന്ന് അതിൻ്റെ SUD ലെവൽ മാത്രം ഒന്ന് നിങ്ങൾ ജഡ്ജ് ചെയ്യുക, എത്ര ശതമാനം നമ്മൾ ബ്രീത്ത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാം. 3 പ്രാവശ്യം നമ്മൾ ഡീപ്പ് ബ്രീത്ത് ചെയ്യും.
ഓക്കെ. അപ്പോൾ നമ്മൾ 3 പ്രാവശ്യം ബ്രീത്ത് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കുക അതിൻ്റെ ആ 3 പ്രാവശ്യത്തിൽ നിങ്ങൾക്ക് ലഭിച്ച ഷുഡ് ലെവൽ, SUD ലെവൽ ഒന്ന് എഴുതി വെക്കുക, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് ഇടാം, അല്ലെങ്കിൽ മനസ്സിലൊന്ന് ഓർത്ത് വെക്കുക. നമ്മളെ തന്നെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അപ്പോൾ അതനുസരിച്ച് ആ ഷുഡ് ലെവൽ സബ്ജക്റ്റീവ് യൂണിറ്റ് ഓഫ് ഡിസ്ട്രസ്, നമ്മുടെ ഡിസ്ട്രസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ശ്വാസം വലിക്കുമ്പോൾ ശ്വാസകോശം പൂർണ്ണമായിട്ട് നിറയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം. ആ പ്രശ്നത്തെ EFT-യിലൂടെ നമ്മൾ ഒന്ന് അപ്രോച്ച് ചെയ്യാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, 3 പ്രാവശ്യം ശ്വാസം എടുത്തു. ഇനി ശ്വാസം അത് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല, യു ക്യാൻ ഒരു പ്രാവശ്യം ശ്വാസം എടുത്തു. ശ്വാസം എടുത്ത SUD കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്യുക. SUD ലെവൽ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് ഒന്ന് സെറ്റ്. യെസ്, നിങ്ങളുടെ മനസ്സിലൊന്ന് കുറിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പേപ്പറിൽ കുറിച്ച് വയ്ക്കുക. അത് വളരെ സിമ്പിൾ അല്ലേ, ഒരു നമ്പർ കുറിച്ച് വയ്ക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിലിടാം. എനിവേ, സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രോസസ്സ്. ഇനി നമ്മൾ നമ്മളുടെ പ്രോബ്ലത്തിലേക്ക് കടന്നു വരികയാണ്. പ്രോബ്ലത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ അതേ രീതിയിൽ തന്നെ പ്രൊസീജിയർ ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്കൊരു ജനറിക് ഫ്രൈസ് ഉണ്ടാകാം, മലയാളത്തിലോ ഇംഗ്ലീഷിലോ നമുക്കത് ഉണ്ടാക്കാം. ഈവൻ ദോ ഐ ഹാവ് ബ്രീത്തിങ് പ്രോബ്ലം, അല്ലെങ്കിൽ എനിക്ക് പൂർണ്ണ കപ്പാസിറ്റിയിൽ എൻ്റെ ശ്വസനം സാധിക്കുന്നില്ല എങ്കിലും, എനിക്ക് പൂർണ്ണ കപ്പാസിറ്റിയിൽ ശ്വസനം സാധിക്കുന്നില്ല എങ്കിലും, അല്ലെങ്കിൽ എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിലും, ഞാൻ എന്നെ കൂടുതൽ ഇഷ്ടപ്പെടുകയും കൂടുതൽ അംഗീകരിക്കുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ജനറിക് സെറ്റപ്പ് ഫേസ്. അത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ നമുക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം റിമൈൻഡർ ഫേസ് എന്ന് പറയുന്നത് അതിനെ ഷോർട്ട് ചെയ്യണം. കാരണം നമ്മൾ കരാട്ടെ ചോപ്സ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ഈ ജനറിക് സെറ്റപ്പ് ഫ്രേസ് പറയുന്നുള്ളൂ. അതിനുശേഷം റിമൈൻഡർ ഫേസ് ആണ്. റിമൈൻഡർ ഫേസ് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ നമുക്ക് പറയാം. എനിക്ക് കൂടുതൽ ശ്വാസം വലിക്കാൻ സാധിക്കണമെന്നാകാം, അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ ശ്വാസം വലിക്കാൻ സാധിക്കുന്നില്ല എന്നാകാം. രണ്ടും പോസിറ്റീവാണ് നമ്മുടെ സ്വന്തം. അപ്പോൾ ഏതാണോ അതൊന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ടാപ്പിങ്ങിലേക്ക് പോവുകയാണ്. സോ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ടാപ്പിംഗ് പ്രൊസീജിയറിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ ആസ് യൂഷ്വൽ നമ്മുടെ കരാട്ടെ ചോപ്സ് ആണ് ടാപ്പ് ചെയ്യുന്നത്. വിരലുകളുടെ ഈ ഉപയോഗിച്ചിട്ട് തന്നെ ടാപ്പ് ചെയ്താണ് നല്ലത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒറ്റ ഏരിയയിലേ വരുന്നത് ഇച്ചിരി നല്ല ഇതായിരിക്കും, സെൻസിറ്റീവ്. 4 വിരൽ ഉപയോഗിച്ചാലും കുഴപ്പമില്ല, കൂടുതൽ ഏരിയ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കരാട്ടെ ചോപ്സ് ഉപയോഗിക്കുക. കരാട്ടെ ചോപ്സിൽ സാറേ ഈ പാറ്റേൺ കണ്ടു, കാണാവോ? കാണുന്നില്ല? കാണാവോ? യെസ്, ഇങ്ങനെ. അപ്പൊ അത് ആ ഏരിയ കറക്റ്റ് ആയിട്ട് യെസ്. സോ യെസ്, അപ്പൊ ഇതാണ് ഫസ്റ്റ് പാർട്ട്. ഇവിടെ നമ്മൾ നമ്മുടെ ആ ജനറിക് ഫേസ് പറയുന്ന അത്രയും സമയം നമ്മൾ ഈ പ്രോസസ് ജെന്റിലായിട്ട് ടാപ്പ് ചെയ്യുക. എനിക്ക് പൂർണ്ണമായിട്ടും ശ്വാസം എടുക്കാൻ സാധിക്കുന്നില്ല എങ്കിലും ഞാൻ എന്നെ കൂടുതൽ അംഗീകരിക്കുകയും കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യും. 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാതെ എനിക്ക് പൂർണ്ണമായിട്ടും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും ഞാൻ എന്നെ കൂടുതലായിട്ട് അക്സെപ്റ്റ് ചെയ്യും, പൂർണ്ണമായിട്ടും സ്നേഹിക്കുകയും ചെയ്യും. എനിക്ക് പൂർണ്ണമായും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും ഞാൻ എന്നെ കൂടുതൽ സ്നേഹിക്കുകയും പൂർണ്ണമായിട്ടും അംഗീകരിക്കുകയും ചെയ്യും. സോ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ടോപ്പ് ഓഫ് ദി ഹെഡ് ആണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് റിമൈൻഡർ ഫേസിന്റെ മാത്രമേ ആവശ്യമുള്ളൂ. റിമൈൻഡർ ഫേസിന്റെ മാത്രമേ ആവശ്യമുള്ളൂ. ഒരു 11 പ്രാവശ്യം 7 മുതൽ 11 പ്രാവശ്യം ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്യുന്നതിന്റെ കൂടെ, ടാപ്പിംഗ് സമയം കൂടി പോയാലൊന്നും കുഴപ്പമില്ല, എങ്കിലും ടാപ്പിങ്ങിന്റെ കൂടെ നമ്മൾ നമ്മുടെ ആ പ്രശ്നം ഒന്ന് പറയുക. എനിക്ക് പൂർണ്ണമായിട്ടും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കും. എനിക്ക് പൂർണ്ണമായിട്ടും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കുന്നു. എനിക്ക് പൂർണ്ണമായിട്ടും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കുന്നു. പൂർണ്ണമായിട്ടും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കും. 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 പൂർണ്ണമായിട്ടും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കുന്നു.
പൂർണ്ണമായിട്ടും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കും. അടുത്ത പോയിന്റിലേക്ക് പോവാം. അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോൾ ഐബ്രോ പോയിന്റ്സ് ആണ്. ഒരു വിരൽ കൊണ്ടോ 2 വിരൽ കൊണ്ടോ 3 വിരൽ കൊണ്ടോ ടാപ്പ് ചെയ്യാം. എനിക്ക് പൂർണ്ണമായിട്ടും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കുന്നു. പൂർണ്ണമായിട്ടും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കും. എനിക്ക് പൂർണ്ണമായിട്ടും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കും. പൂർണ്ണമായിട്ടും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കും. എനിക്ക് പൂർണ്ണമായിട്ടും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കും. 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 അടുത്ത പോയിന്റിലേക്ക് പോകാം. കണ്ണിന്റെ വശങ്ങളിൽ കൈ സ്വല്പം ചരിച്ച് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പോയിന്റിലും നമുക്ക് കൃത്യമായിട്ട് അത് കൊടുക്കാൻ പറ്റും. ഒരു വിരൽ കൊണ്ട് ചെയ്യാം, 2 വിരൽ കൊണ്ട് ചെയ്യാം. എനിക്ക് പൂർണ്ണമായിട്ടും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കും. പൂർണ്ണമായിട്ടും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കും. പൂർണ്ണമായിട്ടും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കും. പൂർണ്ണമായിട്ടും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കും. എനിക്ക് പൂർണ്ണമായിട്ടും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കും. 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 പൂർണ്ണമായും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കും. പൂർണ്ണമായും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കും. പൂർണ്ണമായും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കും. പൂർണ്ണമായും ശ്വാസം സ്വീകരിക്കും. അടുത്ത പോയിന്റ് കണ്ണിന്റെ താഴെ പൂർണ്ണമായിട്ടും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കും. പൂർണ്ണമായിട്ടും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കും. പൂർണ്ണമായിട്ടും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കും. പൂർണ്ണമായിട്ടും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കുന്നു. പൂർണ്ണമായും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കുന്നു. പൂർണ്ണമായും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കുന്നു. പൂർണ്ണമായും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കും. പൂർണ്ണമായും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കും. പൂർണ്ണമായും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കും. പൂർണ്ണമായും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കും. അടുത്ത പോയിന്റ് മൂക്കിന്റെ താഴെയായിട്ട് പൂർണ്ണമായും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കുന്നു. പൂർണ്ണമായും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കുന്നു. പൂർണ്ണമായിട്ടും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കുന്നു. പൂർണ്ണമായും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കുന്നു. പൂർണ്ണമായും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കുന്നു. പൂർണ്ണമായും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കും. പൂർണ്ണമായും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കും. പൂർണ്ണമായും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കും. അടുത്ത പോയിന്റ് താടിയുടെ താടി. എക്സ്ക്യൂസ് മീ സർ, ഐബ്രോയിൽ കാണിച്ചില്ലല്ലോ. തേർഡ് ഐബ്രോയിൽ ഉണ്ടല്ലോ. കണ്ണിന്റെ മുകളിലാണോ? കണ്ണിന്റെ മുകളിൽ ഇവിടെ ഐബ്രോയിലുണ്ട്. തേർഡ് പോസ്റ്റ് അതല്ലേ? പക്ഷെ ഞാൻ പറഞ്ഞ പ്രൊസീജിയറിൽ അതില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കുഴപ്പമില്ല, ചെയ്താൽ മതി, കുഴപ്പമില്ല. അടുത്തത് ചുണ്ടിന്റെ താഴെയായിട്ട് പൂർണ്ണമായിട്ടും ശ്വാസം സ്വീകരിക്കുക. പൂർണ്ണമായിട്ടും ശ്വാസം സ്വീകരിക്കുക. പൂർണ്ണമായിട്ടും ശ്വാസം സ്വീകരിക്കുക. പൂർണ്ണമായും ശ്വാസം സ്വീകരിക്കുക. പൂർണ്ണമായും ശ്വാസം സ്വീകരിക്കുക. പൂർണ്ണമായും ശ്വാസം സ്വീകരിക്കുക. ശ്വാസം സ്വീകരിക്കുക. പൂർണ്ണമായും ശ്വാസം സ്വീകരിക്കുക. അത് കോളർ ബോണിന്റെ താഴെയായിട്ട് എൻ പോയിന്റിന്റെ താഴെയായിട്ട് പൂർണ്ണമായിട്ടും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കും. പൂർണ്ണമായും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കും. പൂർണ്ണമായും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കും. ശ്വാസം സ്വീകരിക്കാൻ സാധിക്കും. പൂർണ്ണമായും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കും. പൂർണ്ണമായും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കും. ശ്വാസം സ്വീകരിക്കാൻ സാധിക്കും. പൂർണ്ണമായും 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 ശ്വാസം സ്വീകരിക്കാൻ സാധിക്കും. പിന്നെ അണ്ടർ ആംസിന്റെ താഴെയായിട്ട് പൂർണ്ണമായും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കും. 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 പൂർണ്ണമായും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കുന്നു. പൂർണ്ണമായും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കും. അടുത്തായി നമ്മൾ ലിറ്റിൽ ഫിംഗറിന്റെ സൈഡിലായിട്ട് പൂർണ്ണമായും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കും. പൂർണ്ണമായും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കും.
പൂർണ്ണമായും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കും. പൂർണ്ണമായും ശ്വാസം സ്വീകരിക്കാൻ പൂർണ്ണമായും ശ്വാസം സ്വീകരിക്കാൻ പൂർണ്ണമായും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കും. പൂർണ്ണമായും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കും. റിംഗ് ഫിംഗർ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അടുത്ത മിഡിൽ ഫിംഗർ. പൂർണ്ണമായും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കുന്നില്ല. പൂർണ്ണമായും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കും. 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 ചുണ്ടുവിരലില് പൂർണ്ണമായും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കും. 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 പൂർണ്ണമായും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കുന്നില്ല. പൂർണ്ണമായും ശ്വാസം സ്വീകരിക്കാൻ തമ്പില് പൂർണ്ണമായും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കും. 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 അതൊക്കെ മിഡ് പോയിന്റ്സിൽ ചെറുവിരലിന്റെയും റിംഗ് ഫിംഗറിന്റെയും ഇടയിലുള്ള സ്ലോട്ട്. പൂർണ്ണമായും ശ്വാസം സ്വീകരിക്കാൻ സാധിക്കും. 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 ഓക്കെ, വേണമെങ്കിൽ റിസ്റ്റിന്റെ ഈ പോയിന്റിലും കൂടെ നമുക്ക് ടാപ്പ് ചെയ്യാം. പൂർണ്ണമായി ശ്വാസം സ്വീകരിക്കാൻ ശ്വാസം സ്വീകരിക്കാൻ അപ്പൊ പ്രൊസീജിയർ നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് SUD ലെവൽ ഒന്ന് നോക്കാം. SUD ലെവലില് ഇപ്പോൾ ഇനി ഒന്ന് ദീർഘശ്വാസം എടുക്കുക. അതാണ് നമ്മുടെ ഇപ്പോൾ ബ്രീത്തിങ് കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്തോ എന്ന് നമ്മൾ ഒന്ന് 2 പ്രാവശ്യം ഒന്ന് ബ്രീത്തിങ് എടുത്തിട്ട് ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്തു. ഏറ്റവും ലോവർ ലെവലായിരുന്ന ആരെങ്കിലും ഒന്ന് പറയാം. ലോവർ ലെവൽസ് 5 or 6 ഒക്കെ ആയിരുന്നവർക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായോ? നമ്മുടെ SUD ലെവൽ തന്നെയാണ്. SUD ലെവൽ നമ്മൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്യും. ഈ ജഡ്ജിങ് എല്ലാം നമ്മൾ വ്യക്തിപരമായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രൊസീജിയർ നമ്മൾ വ്യക്തിപരമായിട്ട് തന്നെ ഉറപ്പുവരുത്തുകയും ചെയ്യും. നമ്മൾ പറയുമ്പം ഇത്രയാണെന്നുള്ളത് അപ്പൊ നമ്മൾ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ദിസ് ദ വേ. അപ്പൊ ഇങ്ങനെയാണ് ഇത് പ്രൊസീജിയർ. ഇതുപോലെ നമ്മളുടെ ഏതാണോ നമ്മുടെ പ്രശ്നം, ആ പ്രശ്നത്തിലേക്ക് ഇതിനെ കൃത്യമായിട്ട് കൊണ്ടുവരും. അപ്പൊ ഇങ്ങനെയാണ് EFTയുടെ പ്രൊസീജിയർ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ 2 ഫ്രൈസുകൾ കൃത്യമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. ഫ്രൈസുകൾ ഉപയോഗിക്കാം. അതുപോലെ പോയിന്റ്സ് മാം ആദ്യം പറഞ്ഞ പോലെ കണ്ണിന്റെ മുകളിലുള്ള പിരികത്തിന് മുകളിൽ നമ്മൾ ചില പോയിന്റ്സ് പറയും. ഇപ്പൊ ഇതിൻ്റെ അകത്ത് പ്രത്യേകം പറയാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമുക്കൊരു ആന്റി ഏജിങ് എന്ന് പറയുന്ന ഒരു പാർട്ട് എക്സസൈസ് നമ്മൾ ചെയ്യാറുണ്ട്. മുഖം മുഴുവൻ, മുഖത്ത് ഏത് ഭാഗത്തും നമ്മൾ നമ്മുടെ വിരലുകളും കൈകളും അല്ലെങ്കിൽ മുഷ്ടി ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ബോഡി റിലാക്സേഷൻ നൽകുന്നതാണ്. ഇങ്ങനെയുള്ളതെല്ലാം ഇങ്ങനെ കണ്ണിന്റെ സൈഡിലൂടെ ഇതെല്ലാം. അതുപോലെ വാഗസ് നെർവിനെ ആക്ടിവേറ്റ് ചെയ്യാൻ ചെവിയുടെ ബാക്ക് സൈഡിൽ ഇങ്ങനെ പ്രോസസ്സുകളെല്ലാം നമ്മൾ രാവിലത്തെ മെഡിറ്റേഷൻ മൈക്രോ എക്സസൈസുകളായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ ചില പോയിന്റ്സുകൾ കൂടുതൽ വരാം. ആ പോയിന്റ്സ് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് പ്രൊസീജിയറാണോ ചെയ്തിരിക്കുന്നത് അത് ചെയ്തോളൂ. മുഖത്തെവിടെ നമ്മൾ ടാപ്പ് ചെയ്താലും ശരീരത്തിൽ എവിടെ ടാപ്പ് ചെയ്താലും അത് തീർച്ചയായിട്ടും പോസിറ്റീവ് ഇഫക്റ്റ് തന്നെയാണ്. കാരണം അത്രമാത്രം അക്യുപ്രഷർ പോയിന്റ്സ് നമ്മുടെ ശരീരത്തിന് പല ഭാഗങ്ങളായിട്ടുണ്ട്. പ്രത്യേകിച്ച് മുഖത്ത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലം എന്ന നിലയിൽ. ഓക്കെ, അപ്പൊ ഇത്രയാണ്. അതിന്റെ SUD ലെവൽ കിട്ടിയോ? ഒന്ന് ചെക്ക് ചെയ്തോ? യെസ്, SUD ലെവലും കൂടെ ഒന്ന് ചെക്ക് ചെയ്തോളൂ. എന്നിട്ട് ഒന്ന് ഉറപ്പ്. രാജ് സാർ കിട്ടിയോ? എനിക്ക് ആദ്യം 4, 5 ആയിരുന്നു. ഇപ്പം 8 ആയിട്ടുണ്ട്. 8 ആയിട്ടുണ്ട്. അപ്പം ആ ചേഞ്ച്, അപ്പൊ ആ 8 എന്നുള്ളത് നമ്മൾ 9, 10 വരെ എത്തുന്നവരെ ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ് ഇതിന്റെ സിസ്റ്റം. അതിന് എത്ര സമയം എടുക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ആ SUD ലെവലിനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡ്യൂറേഷൻ എടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ ഒരു 30 മുതൽ 90 മിനിറ്റ്സ് വരെ നമുക്കിത് ഉപയോഗിക്കേണ്ടി വരും.
30 മിനിറ്റ്സ് എന്നുള്ളത് മിനിമമാണ്. 10 ദിവസം സമയമെങ്കിൽ നമ്മൾ ഉപയോഗിച്ചാൽ റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ റിസൾട്ട് കിട്ടാതെ വരുന്നത് കൊണ്ടാണ് പലപ്പോഴും EFT ഗുണകരമാണോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ആൻസർ പറയാൻ പറ്റുന്നത്. ഇത് നമ്മളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. അല്ലെങ്കിൽ നമ്മൾ തെറാപ്പിസ്റ്റിന്റെ മുമ്പിൽ പോയിരുന്ന് ഫോഴ്സ് ചെയ്ത് 1.5 മണിക്കൂർ ഒരു തെറാപ്പിസ്റ്റിന്റെ മുമ്പിൽ പോയി നമ്മൾ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് ചെയ്യൂ ഇല്ല. ഇത് അതുകൊണ്ടാണ് ഇത് സെൽഫ് ഡ്രിവൺ ടൂൾ എന്ന് പറയുന്നത്. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള പ്രൊസീജിയേഴ്സേ ഉള്ളൂ, വേറെ പാറ്റേൺസേ ഉള്ളൂ. നമുക്ക് രണ്ട് കൈയിലും ഇപ്പൊ നമ്മൾ ഈ സൈഡ് ചെയ്തു, ഈ സൈഡിൽ മാറ്റി ചെയ്യാം. രണ്ട് സൈഡിലും ചെയ്ത് കൃത്യമായിട്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ കൺസിസ്റ്റൻസി വേണം. സമയത്തിന്റെ എന്താ പറയുന്നത്, പ്രിവിലേജ് നമ്മൾ എടുക്കണം. ഇത്ര എടുത്ത് റിസൾട്ട് കിട്ടും എന്നുള്ള ഒരു ഉറപ്പാണ് പറയുന്നത്. കാരണം ഇത് ഇവിടെ അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം 3 റീസൺസ് ഞാൻ വ്യക്തമായി പറഞ്ഞു. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഫാക്ടേഴ്സ് ഇത് തന്നെയാണ്. ഇത് 3 ലെവൽ 4ലും ലെവൽ 3ലും ഈ 4th വേവിലും 3rd വേവിലുമുള്ള എല്ലാ ആസ്പെക്റ്റുകളും ഇതിൻ്റെ അകത്ത് കണക്റ്റഡ് ആണ്. പ്രത്യേകിച്ച് നമുക്കറിയാം കോഗ്നിറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രശ്നം ഞാൻ തന്നെ പറയുക. എൻ്റെ പ്രശ്നം ഞാൻ പറയുന്നത് എൻ്റെ വാഗുകൊണ്ട് എൻ്റെ ചെവി കേട്ട് എൻ്റെ മനസ്സിന് കിട്ടുന്നതാണ്. സോ ഇതിൽ നമ്മൾ അഫർമേഷൻ എന്ന് പറയുന്നത്, പോസിറ്റീവ് അഫർമേഷൻസ് പറയുന്നത് സംഗതി നെഗറ്റീവ് ആണോ ഇല്ലയോ എന്നുള്ളത്. ഞാനുമായിട്ടുള്ള ബന്ധം പോസിറ്റീവ് നെഗറ്റീവും ഇല്ല. പക്ഷെ എന്നെ നെഗറ്റീവിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യങ്ങളാണ് നെഗറ്റീവ് അഫർമേഷൻസ് ആയിട്ട് വരുന്നത്. ഇത് എന്നെ നെഗറ്റീവിലേക്ക് എത്തിക്കുന്നില്ല, എന്നെ പോസിറ്റീവായിട്ട് തന്നെ ഹോൾഡ് ചെയ്ത് നിർത്തുക. അപ്പൊ ഇവിടെ കോഗ്നിറ്റീവ് അപ്രോച്ച് ഉണ്ട്. ഇതെന്താണ് ഈ ഗാരി ചെയ്തതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു NLP പ്രാക്ടീഷണർ കൂടിയായിരുന്നു. അപ്പൊ NLP എന്ന് പറയുമ്പോൾ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ വാക്കുകൾ ഘടനാപരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ 2 തരത്തിലുള്ള ഫ്രേസുകൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ഫ്രേസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ കൃത്യമായിട്ട് സെറ്റ് ചെയ്യണം. ആദ്യത്തെ ജനറിക്കും രണ്ടാമത്തെ റിമൈൻഡർ ഫേസും കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് അത് നമ്മൾ അക്കസ്റ്റംഡ് ആകും. ഇത് പല പ്രാവശ്യം ഒരേപോലെ പറയുമ്പോഴാണ് നമ്മുടെ ബോഡി അല്ലെങ്കിൽ മൈൻഡ് അത് അക്സെപ്റ്റ് ചെയ്യുന്നത്. മൈൻഡിനും അതിൻ്റെതായ ഒരു റിജിഡിറ്റി ഉണ്ട്. റിജിഡിറ്റിയാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. നമുക്ക് ഫ്ലെക്സിബിൾ അല്ല. അപ്പോൾ ഫ്ലെക്സിബിളായി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റുന്ന രീതിയിൽ ഈ ജനറിക് സെറ്റപ്പ് ഫ്രേസിനെയും റിമൈൻഡർ ഫേസിനെയും കൃത്യമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ സെറ്റ് ചെയ്ത് ഈ 3 തരത്തിൽ അതോട് ഇതിപ്പോൾ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ബോഡി സെൻട്രിക് ആയി, ദെൻ അതിനെ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ അതിന്റെ എനർജി തലത്തിൽ, എനർജി ചാനലിന്റെ തലത്തിൽ നിൽക്കുമ്പോൾ അത് എനർജി സെൻട്രിക് അപ്രോച്ചിലേക്ക് മാറി. ദെൻ കോഗ്നിറ്റീവ് അപ്രോച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ കോഗ്നിറ്റീവ് അപ്രോച്ചിലൂടെ നമ്മൾ എടുക്കും. നമ്മുടെ ശബ്ദം നമ്മൾ തന്നെ കേൾക്കണം. അതാണ് ഒരു പോസിറ്റീവ് അഫർമേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ആ പ്രോസസ്സും കൂടെ ഈ ടെക്നിക്കൽ അല്ലെങ്കിൽ തെറാപ്പിയിൽ ഇന്റഗ്രേറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രൊസീജിയർ ആസ് ഒരു തെറാപ്പി വൈസിൽ ഇത് വളരെ നല്ലൊരു തെറാപ്പിയാണ്. സെൽഫ് ഡ്രിവൺ ആണ്. നമുക്ക് ആരുടെയും സഹായം വേണ്ട, കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ നെറ്റിലൊന്ന് പരിശോധിച്ചാൽ മതി. എത്രയോ EFTയുടെ പ്രോഗ്രാംസിനെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ എത്രയോ ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. സോ ഓരോ ആസ്പെക്റ്റിൽ നിങ്ങൾക്ക് ഒരു അവയർനെസ്സിന്റെ തലത്തിൽ ഇത് സ്വീകരിക്കാം. വേറെ എന്തെങ്കിലും സജഷൻസ്, എന്തെങ്കിലും എക്സ്ട്രാ ഇംപ്രൂവ്മെന്റ്സ്, എന്തെങ്കിലും നിങ്ങൾ കേട്ടതിൽ കൂടുതൽ പറയാൻ, ഞാൻ പറഞ്ഞതിൽ കൂടുതൽ കേട്ടോ അറിയോ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. താങ്ക് യു. സർ, ശ്വാസം പൂർണ്ണമായി എടുക്കാൻ സാധിക്കുന്നില്ല എന്നാ പറയേണ്ടത്? അതല്ലേ എന്റെ പ്രശ്നം. ഓക്കെ, പ്രശ്നം പറയണല്ലേ, സാധിക്കുന്നു എന്നല്ല പറയണ്ടല്ലേ? സാധിക്കണം എന്നോ സാധിക്കുന്നു എന്നൊക്കെ പറയാം, എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. എല്ലാം നമ്മളുമായിട്ട് പോസിറ്റീവ് അല്ലേ. അത് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഞാൻ എന്നെ അറിയുന്നു. എനിക്ക് എടുക്കാൻ പറ്റണം എന്ന് പറയുമ്പോൾ അതൊരു ശുഭാപ്തി വിശ്വാസമാണ്. എന്തുമാകാം. അല്ല സാറ് ടാപ്പ് ചെയ്യുമ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല എന്നല്ലേ പറഞ്ഞത്? അതെ, എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നാ പറഞ്ഞത്. നമ്മളോട് വന്ന് നമ്മളെ പ്രോബ്ലം ആണോ പറയേണ്ടത് ഞാൻ ക്ലാരിഫൈ ചെയ്ത. യെസ്, പ്രോബ്ലം ആണ് പറയേണ്ടത്. ഇനി ആ പ്രോബ്ലം പറയുമ്പോഴേ പ്രോബ്ലം നെഗറ്റീവ് ആണല്ലോ. എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിനെ നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യുന്നില്ലേ, പോസിറ്റീവ് അഫർമേഷൻ അല്ലല്ലോ, അത് തെറ്റായ രീതിയല്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കാനൊരു സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതും കൂടെ കയറി പറഞ്ഞത്. ഓക്കെ സർ, താങ്ക് യു. ഇത് നമ്മുടെ വിൽ പവർ ആണ് കേട്ടോ. ഇത് നമ്മുടെ വിൽ പവറിന്റെ പാർട്ടാണ്. പോസിറ്റീവ് പറഞ്ഞാലും എന്നെ അഫക്ട് ചെയ്യുന്നത്. അപ്പൊ എനിക്കൊരു പ്രശ്നമുള്ള ആളാണ്, ആ പ്രശ്നമുള്ള ആളാണെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടെന്ന് എനിക്കതൊരു പ്രശ്നമല്ല എന്ന് നമ്മൾ പറഞ്ഞു തീർക്കുന്നതിനാണ് നമ്മളായി മാറുന്നത്. അത് നമ്മുടെ വിൽ പവറാണ്. ആ വിൽ പവർ നമ്മൾ ഉപയോഗിക്കുക. സാർ, എനിക്ക് ആ പ്രോബ്ലം ഉണ്ടെങ്കിലും ഞാൻ എന്നെ വിശ്വസിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതെ,
വേണമെങ്കിൽ പൂർണ്ണമായിട്ട് അത് പറഞ്ഞ് മുഴുവൻ ഇതിലും പറയാം. പക്ഷെ നമ്മൾ അത് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മള് നാക്കുളുക്കും, ആകെ ക്ഷീണമാകും, ആകെ ബുദ്ധിമുട്ടാകും. അപ്പൊ അതിനെ ഒന്ന് ഷോർട്ട് കട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. യെസ്, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഈ ഓരോ എത്ര പ്രാവശ്യമാണ് ഈ നമ്മളുടെ മുഖത്തൊക്കെ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം ചെയ്യേണ്ടത്? 7 to 12 എന്നൊക്കെ പറയും. 7 മുതൽ 12 പ്രാവശ്യം വരെ നമ്മൾ ടാപ്പ് ചെയ്യണം ഓരോ പ്രാവശ്യം. അത് റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ 3 times റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാണ് നമ്മൾ സാധാരണ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു SUD ലെവലിന്റെ കാര്യം പറഞ്ഞില്ല. SUD ലെവൽ കുറവാണെങ്കിൽ SUD ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നവരെ വി ഹാവ് ടു കണ്ടിന്യൂ ദാറ്റ്. അപ്പൊ സമയം എടുക്കും. അപ്പൊ ഓരോ പ്രാവശ്യം ചെയ്തിട്ട് നമ്മൾ SUD നോക്കണം. യെസ്, ഓരോ പ്രാവശ്യം ചെയ്തിട്ട് ആദ്യത്തെ 3 times അറ്റ സ്ട്രെച്ച് ചെയ്യുക, എന്നിട്ട് SUD നോക്കുക, എന്നിട്ട് ഇമ്പ്രൂവ്മെന്റിനനുസരിച്ച് വീണ്ടും മുന്നോട്ട് പോകും. ഓക്കെ, ഇതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു അനുഭവമാണിത്. എനിക്കിതിനെ പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ അതെന്താന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിലാണ് ഇന്ന് ക്ലാസ്സിൽ കയറിയത്. അപ്പൊ ഇത് ഭയങ്കര എന്താ പറയാ, എനിക്കൊരു പുതിയൊരു അറിവുമാണ്. ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് എന്ന് തന്നെ ഞാൻ അറിയുന്നത് ഇപ്പോഴാണ്. താങ്ക് യു സോ മച്ച്. അത് മാത്രമല്ല നിങ്ങളത് വളരെ നല്ല രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തു. സോ ദാറ്റ് വാസ് വെരി യൂസ്ഫുൾ. താങ്ക് യു. താങ്ക് യു മാം. തീർച്ചയായും ഇത് വളരെ പോപ്പുലർ. 2002 മുതൽ ഇത് പോപ്പുലർ ആണ്. പക്ഷെ ഇത് ആദ്യകാലത്തൊന്നും അത്ര, ഞാൻ പറഞ്ഞ ഒരു ട്രോമ, അപ്പൊ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമുക്ക് ഹിപ്നോസിസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരാളെ ട്രാൻസിലേക്ക് കൊണ്ടുവരാൻ അത്ര എളുപ്പമല്ല. ചിലരുടെ എളുപ്പമാണ്. ട്രോമ റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയെ ട്രാൻസിലേക്ക് കൊണ്ടുവരാൻ അത്ര എളുപ്പമല്ല. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ അതിനുള്ള ഇപ്പൊ ഞാൻ 2-3 മെക്കാനിസംസ് പറഞ്ഞിരുന്നു. MEMI, അതുപോലെ തന്നെ EMDR, EFT, ഇതെല്ലാം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ സിവിയർ ട്രോമ റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി, റിലാക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് EMDI ചെയ്തിരുന്നോ? ക്ലാസ് EMDIയുടെ ക്ലാസ് ഉണ്ടായിരുന്നോ? EMDR ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളെ നോക്കിയാൽ ഡോക്ടർ സാബു കേരളം EMDR എന്ന് അടിച്ചാൽ ചിലപ്പോൾ കാണാൻ പറ്റും. അത് അതൊക്കെ ട്രോമയെ പുറത്ത് കൊണ്ടുവരാതെ അതിനെ സെറ്റിൽ ചെയ്യാനുള്ള ടൂളുകളാണ്. നമ്മൾ സാധാരണ ഇപ്പം നമ്മൾ CBT ആണെങ്കിൽ, NLP ആണെങ്കിലും, വേറെ ഏതിലാണെങ്കിലും, NLP അത്ര പ്രശ്നമില്ല, കണ്ടന്റ് ഫ്രീ ആണ്. അതല്ലാത്ത ട്രെയിനിങ് നമ്മൾ ചെയ്യുമ്പോൾ, സൈക്കോ അനാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പറയണം. CBT ആണെങ്കിൽ നമ്മൾ പറഞ്ഞ് ആ മുഴുവൻ കാര്യവും പുറത്തു കൊണ്ടുവന്നതിന് ശേഷമാണ് നമ്മൾ അതിന് സൊല്യൂഷൻസിലേക്ക് പോകുന്നത്. പക്ഷെ ഇവിടെ ആ ടെക്നിക്ക് അല്ല യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ അതിനെ ഈസി ആയിട്ട് സപ്രസ് ചെയ്യാനുള്ള മെക്കാനിസം യൂസ് ചെയ്യുന്നു, റിലാക്സ് ചെയ്യാനുള്ള ഇതിലേക്ക് കൊണ്ടുവരും. യെസ്, വേറെ ആർക്കെങ്കിലും? നമസ്കാരം, ഗോപകുമാറാണ്. സാർ പോസിറ്റീവ് അഫർമേഷന് പകരം നെഗറ്റീവ് അഫർമേഷനും പറയുകയുണ്ടായി. പക്ഷെ അതിന്റെ മറുപടി സാർ പറഞ്ഞു കഴിഞ്ഞ്, അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് സംശയമില്ല. പക്ഷെ അക്യുപ്രഷറും അക്യുപഞ്ചറുമായിട്ട് വളരെയേറെ സാമ്യമുണ്ട്. ഇത് അക്യുപ്രഷറും അക്യുപഞ്ചറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, അക്യുപ്രഷർ എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് പ്രഷർ കൊടുക്കും, അതായത് പ്രസ് റിലീസ് പമ്പിങ് സിസ്റ്റമാണ്. പക്ഷെ അക്യുപഞ്ചർ അതേ സ്ഥാനത്ത് തന്നെ നീഡിൽ കടത്തിയുള്ള ട്രീറ്റ്മെന്റ് ആണ് അത് ചെയ്യുന്നത്. അത് 12 സാധാരണ മെറിഡിയനുണ്ട്, 2 കൺട്രോളിങ് മെറിഡിയൻ, അങ്ങനെ 14 മെറിഡിയൻ ഉണ്ട്. ഈ മെറിഡിയൻ ഒരു ധാരാളം പോയിന്റ് ഉണ്ട്. ഇത് കുറച്ച് പോയിന്റേ ഉള്ളൂ. മറ്റേത് ഓരോ പോയിന്റിൽ 22 തവണ പ്രഷർ കൊടുക്കും. ഇത് പ്രസ് റിലീസ്. ഇത് അതിന് പകരം 12 തവണ ടാപ്പ് ചെയ്യും. അങ്ങനെ വ്യത്യാസം കുറച്ചേ ഉള്ളൂ. കുറെ കൂടെ എളുപ്പമാണ്. ഇത് നല്ല ക്ലാസ്, നല്ല രീതിയിൽ നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു സാർ. രാജ് സാർ എന്താ പറയുന്നത്? അതെ സാറേ, ഈ കരാട്ടെ ചോപ്സ് കഴിഞ്ഞിട്ട് ഈ ഫിംഗേഴ്സിൽ ചെയ്യുന്ന കാര്യം അന്ന് പുത്തൂറച്ചൻ ചെയ്യിപ്പിച്ചില്ലായിരുന്നു? ഫിംഗേഴ്സുള്ള ഫിംഗേഴ്സ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഫിംഗേഴ്സിന്റെ എല്ലാത്തിനും സൈഡിൽ ഇങ്ങനെ ടാപ്പ് ചെയ്യണം. ഫിംഗർ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ടാപ്പ് ചെയ്യണം. അച്ഛൻ അത് പറഞ്ഞില്ലായിരുന്നു? ഈ കരാട്ടെ ചോപ്സ് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഹെഡിലേക്ക് പോയത്. ഓക്കെ, അത് ഓരോ പാറ്റേണുകൾ എന്നാണെങ്കിൽ ഇതെല്ലാം പോയിന്റ്സ് ആണ്. പ്രൊസീജിയർ ടോപ്പ് ഡൗൺ നമ്മൾ പറയും. പിന്നെ ഐബ്രോസിന്റെ തേർഡ് പൊസിഷൻ നടുക്കല്ലേ? നടുക്കും കഴിഞ്ഞിട്ട് പിന്നെ ഈ ഐബ്രോസിന്റെ മുകളിലായിട്ട്, കണ്ണിന്റെ മുകളിലായിട്ട്, താഴെ ചെയ്യുന്ന പോലെ തന്നെ മുകളിലും ചെയ്യാറുണ്ട്. ഇങ്ങനെ ഇവിടെ ഇവിടെ നമ്മള് ഐബ്രോ തിരുനെറ്റിയിലുണ്ട്. അതിനുശേഷം കണ്ണിന്റെ മുകളില്, പിന്നെ കണ്ണിന്റെ സൈഡില്, പിന്നെ കണ്ണിന്റെ താഴെ. അതൊക്കെ അങ്ങനെ പാറ്റേൺസ് ഓരോ ഇതിൽ മാറാറുണ്ട്. ഞാൻ എന്റെ പിക്ചറിൽ അത് കാണിക്കാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നടുക്കും ചെയ്യും, സൈഡിലും ചെയ്യും, എൻഡിലും ചെയ്യും, താഴെയും ചെയ്യും. ഇതേ ഓർഡറിൽ ചെയ്യണമെന്നുണ്ടോ? ടോപ്പ് ഡൗൺ ഓർഡറിൽ ചെയ്യാം. ടോപ്പ് ഡൗൺ
ആദ്യം കരാട്ടെ ചോപ്സ്, പിന്നെ ടോപ്പ് താഴോട്ടുള്ള ഓർഡറിൽ ചെയ്യും. ഇതിപ്പോ ഓർഡറൊക്കെ തിരിച്ച് പറയുന്നവരുണ്ട്, താഴെ നിന്ന് മുകളിലേക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. എനിവേ യു ഹാവ് ടു ഡു ദാറ്റ്. അതാണ് ഏറ്റവും ബെറ്റർ. എന്താണെങ്കിലും ജോർജ് സാർ. ജോർജ് സാറേ, സാറൊന്ന് ക്ലാസ് ഉണ്ടായിരുന്നല്ലോ. പറയൂ സാർ. ജോർജ് സാർ പറഞ്ഞോ. താങ്ക് യു സാബു സാർ. ആദ്യമേ പറയട്ടെ, പ്രത്യേകം അഭിനന്ദനങ്ങൾ. കാര്യം EFT യെ കുറിച്ച് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നു, പഠിച്ചു എന്നും പറയാം. പക്ഷേ പലപ്പോഴൊക്കെ ഒന്ന് ഇങ്ങനെ മുട്ടി നോക്കാറുണ്ട്, അതും ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സിംപ്ലിഫൈഡ് മെത്തേഡ് ഇതുവരെ ഞാൻ ഉൾക്കൊണ്ടില്ല. ക്ലാസ്സിൽ കിട്ടിയിട്ടുണ്ടാവാം, പക്ഷെ എന്തോ എനിക്ക് അന്നന്ന് അത്രയും ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ തോന്നുന്നു, അയ്യോ ഇത് അന്ന് കേട്ടപ്പോൾ വല്ല കുറേ കൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ, കുറേ നാളുകളായല്ലോ, നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് തോന്നിപ്പോകുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന്. ഞാൻ സാറ് പറഞ്ഞ ആദ്യത്തെ ആ ലെവലിൽ ഒരു 50-55% കഷ്ടിച്ചായിരുന്നു ലങ്സ് എയർ കപ്പാസിറ്റി എന്നുള്ളത്. ഒരു 60-65 നീങ്ങി. അപ്പോൾ എനിക്ക് തോന്നി കേട്ടോ, ഇതുപോലെ എന്തെങ്കിലും ഒരു സിമ്പിൾ ആയിട്ടുള്ള വളരെ ദീർഘമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടൊക്കെയാണ് ഞാൻ ആദ്യമൊക്കെ പ്രാക്ടീസ് ചെയ്തത്. അതിനങ്ങനെ ഒരു ടാർഗറ്റ് ഇടാൻ പറ്റിയതോ ഇങ്ങനെ പെട്ടെന്ന് ഒരു റിലീഫ് കിട്ടുന്നതോ ആയിരുന്നില്ല എന്നുള്ളതും എന്നെ ബുദ്ധിമുട്ടിച്ചു. പക്ഷെ ഇത് എളുപ്പം കഴിയുന്നതാണ്. കാരണം നമുക്ക് നിയന്ത്രിച്ച് മൈൻഡ്ഫുൾ ബ്രീത്തിങ് മതിയല്ലോ ഇതിനകത്ത് തന്നെ ആ വേരിയേഷൻ കൊണ്ടുവരാനായിട്ട്. അത് നന്നായി, നല്ലൊരു തുടക്കം വിട്ടു എന്ന് എനിക്കിപ്പോൾ തോന്നുക. എന്തായാലും ഉപകാരപ്പെട്ടു. ഞാനത് കുറച്ചുകൂടെ റെഗുലർലി പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. തീർച്ചയായും സാർ, ആ ഷുഡ് ലെവൽ നമ്മൾ നോക്കണം. ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യേണ്ടതാണ്. നമുക്ക് പ്രശ്നങ്ങളില്ലാത്ത കാര്യമൊന്നുമില്ല. ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടല്ലോ, അല്ലേ? പലതരത്തിലുള്ള അപ്പൊ പ്രശ്നങ്ങൾ എപ്പോഴും ഇങ്ങനെ നീണ്ടു നിൽക്കും. അപ്പൊ ആ പ്രശ്നത്തെ നമ്മൾ ഈ പറയുന്ന സബ്ജക്റ്റീവ് യൂണിറ്റ് ഓഫ് ഡിസ്ട്രസിന്റെ ലെവലിൽ, കംഫർട്ടബിൾ ആയിട്ടുള്ള ലെവൽ വരെ എത്തുന്നവരെ അത് ചെയ്യണം. എന്നാലേ അതിന് റിസൾട്ട് ഉള്ളൂ. ഇപ്പൊ നമ്മള് കഷായം കുടിച്ചാലും മരുന്ന് കുടിച്ചാലും ഒരു ദിവസം ഗ്യാപ്പിട്ട് കുടിക്കാൻ പറ്റും. അപ്പൊ അതാണ്. അപ്പൊ ആ പ്രോസസ്സ് നമ്മൾ ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഇത് പലപ്പോഴും ഇഫക്റ്റീവ് അല്ലാതെ വരുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. അലോപ്പതി എഫക്റ്റ് പ്രതീക്ഷിച്ച അനാസിൻ കഴിച്ചാൽ ഉടൻ തലവേദന മാറും. അങ്ങനെ വരത്തില്ല സാർ. 30 മിനിറ്റ് മുതൽ 90 മിനിറ്റ് വരെ ഡ്യൂറേഷൻ ഇതിനെടുക്കും. അതൊക്കെ മനസ്സിലാക്കണം. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് പലരും പോയി പല ട്രെയിനിങ്ങിലും കയറുന്നത്. അവിടെയൊക്കെ നല്ല എമൗണ്ട് മേടിക്കുകയും ചെയ്യും, ഒരു റിസൾട്ടും ഇല്ലാതെ തിരിച്ചു വരികയും ചെയ്യും. സാറേ, ഞാൻ 15 മിനിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോരാന്നുള്ളതാണ്. അല്ല സാർ, അത് സാറിന്റെ SUD ലെവൽ നോക്കണം. പോരെന്ന് ഞാൻ പറയുന്നില്ല. സാറിന്റെ ലെവൽ സാറ് തന്നെ ജഡ്ജ് ചെയ്യണം. നമുക്കറിയില്ലല്ലോ ശരീരത്തിന്റെ പ്രോബ്ലംസ് മാത്രമല്ല, മനസ്സിന്റെ പ്രോബ്ലംസിനും ചെയ്യാം. മാനസികമായിട്ടുള്ള പിന്നെ പറയാമല്ലോ, എല്ലാത്തിനും പറ്റും. ഇനി വേറൊരു ഇതിപ്പോ നമ്മളെ ക്ലിനിക്കൽ EFT ആണ്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്പിരിച്വൽ EFT കൊണ്ടുവരാം. എന്നുവെച്ചാൽ ഹോപ്പിനോപ്പിനുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ഈ ടാപ്പിംഗ് പറയാം. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, സ്പിരിച്വൽ വളരെ പോസിറ്റീവാണ്. നമുക്ക് ശരീരത്തിൽ ഒരു അസുഖം ഇല്ലെന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ടാപ്പ് ചെയ്യുമ്പോൾ ടാപ്പിംഗ് ഇന്റർവെല്ലിൽ നമ്മൾ പറയുന്ന 4 വാക്കുകൾ, ഹോപ്പിനോപ്പിനുള്ള 4 വാക്കുകൾ എന്തൊക്കെയാ? അതൊക്കെ 4 വാക്കുകൾ ഏതൊക്കെയാ? I am sorry, please forgive me, thank you, I love you. അത്രേ ഉള്ളൂ. 4 വാക്കുകൾ ഈ ടാപ്പിങ്ങിന്റെ സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ആരോടും കുറ്റം പറയുന്നില്ല, നമ്മളെ കുറ്റം പറയുന്നില്ല. സോ ദാറ്റ് ഇസ് കോൾഡ് സ്പിരിച്വൽ EFT. ഇപ്പൊ നമ്മുടെ ക്ലിനിക്കൽ EFT ആണ് ചെയ്തത്. റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ മതിയോ? റിപ്പീറ്റ് ചെയ്താൽ മതി. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. ഈ 4 വാക്കുകൾ ടാപ്പ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഓരോ പൊസിഷനിലും അത് തന്നെ പറയാം. അപ്പൊ സാറ് പറഞ്ഞ മെന്റൽ തലത്തിൽ എത്തിയില്ലേ? ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. എല്ലാം ആയില്ലേ? യൂണിവേഴ്സ് ഇല്ലേ? ആര്? ഇനി അതിനെ വ്യക്തിയായിട്ട് വെച്ചോളൂ. നമ്മൾക്ക് പ്രശ്നമുള്ള ഒരു വ്യക്തിയുമായിട്ട് വെച്ചോളൂ. ഐ ആം സോറി ടു യു, അല്ലെങ്കിൽ ആ ഒരു പേര് വെച്ചോളൂ. എന്തായാലും ഓക്കെ, എല്ലാം റിലീഫ് അല്ലേ? അപ്പൊ നമ്മളെ ഒന്ന് എന്താ പറയുന്നത്, ഒന്ന് റീകണ്ടീഷൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് സ്പിരിച്വൽ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ സ്പിരിച്വലും കൂടെ പറയാം. ഇത് ക്ലിനിക്കലാണ്. ശാരീരികമായ അസ്വസ്ഥതകളും മാനസിക അസ്വസ്ഥതകളും, അത് പ്രശ്നമുള്ള ഒരു എയിൽമെന്റ് ഉള്ള സമയത്ത് നമ്മൾ ചെയ്യുന്ന മെക്കാനിസം ആണ്. പക്ഷെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, SUD ലെവൽ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. ആ SUD ലെവലിനനുസരിച്ചിട്ട് ഡ്യൂറേഷൻ സെറ്റ് ചെയ്യണം. അത് കമ്പൽസറി ആണ്, അല്ലെങ്കിൽ റിസൾട്ട് കിട്ടത്തില്ല.
സൈക്കോസൊമാറ്റിക് എന്നുള്ളത് നമ്മുടെ പ്ലേറ്റോയുടെ സമയം തൊട്ട് പറയുന്നുണ്ട്. പക്ഷെ നമ്മളൊന്നും കേൾക്കാറില്ല. പ്ലേറ്റോ 2500 വർഷം മുമ്പ് പ്ലേറ്റോ ഇത് പറഞ്ഞിട്ടുണ്ട്, സൈക്കോസൊമാറ്റിക്. കേൾക്കാത്തത് കൊണ്ടല്ല സാറേ, നമ്മുടെ എൻവറോൺമെന്റിൽ അത്രമാത്രം ഇഫക്റ്റ് ഉണ്ട് അതിന്. കാരണം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നെഗറ്റീവ്. ഇപ്പൊ നമ്മൾ ചുമ്മാ ഒരു ടിവിയുടെ ന്യൂസ് കണ്ടേ നമുക്ക് ദേഷ്യം വരുമോ? ഇല്ലേ? നമ്മൾ വഴി കൂടെ നടന്നു പോകുമ്പോൾ ചില മനുഷ്യർ കാണിക്കുന്ന നമുക്ക് ദേഷ്യം വരത്തില്ലേ? നമ്മൾ നമ്മളെ കുറിച്ചൊന്ന് തിരിഞ്ഞു നോക്കി, നമ്മൾ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് കാണിക്കുന്നത്. അപ്പൊ എങ്ങനെ സൈക്കോസൊമാറ്റിക് അല്ലാതാവും? നാച്ചുറലാണ്. അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂവിൽ നിന്ന് എത്ര പെട്ടെന്ന് തിരിച്ച് റിസലയൻസിലേക്ക് എത്താൻ പറ്റും, പ്രശ്നമില്ലാത്ത അവസ്ഥയിലേക്ക് എത്താൻ പറ്റും. ഇതിന് ഒരു പ്രാക്ടീസ് ആണ്. ഇത് എത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മള് സ്പിരിച്വൽ എന്നൊക്കെ പറയും. എന്ത് സ്പിരിച്വൽ? നമ്മുടെ ലൗകികം ശരിയായ മാത്രമേ സ്പിരിച്വൽ ആവൂ. ഇത് ലൗകികം എല്ലാം കുളമാണ്, പക്ഷെ ഭയങ്കര സ്പിരിച്വലാ എന്ന് പറയുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് ചുമ്മാ പൊട്ടത്തരമാണ്. രണ്ടും കൂടെ ഇഴ ചേർന്നാ പോകേണ്ടത്. രണ്ടും ഒന്നിച്ച് ഒരേ തൂവൽ പക്ഷി പോലെയോ, അല്ലെങ്കിൽ ഒരു പക്ഷി ചിറകെടുത്ത് പഠിക്കുമ്പോൾ പറന്ന് പൊങ്ങുമ്പോൾ ഒരു ചിറക് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? താഴെ പോകത്തില്ലേ? എന്ന് പറയുന്ന പോലെയാണ് സ്പിരിച്വലും ലൗകികവും. ഇത് ഇവിടെ ഭയങ്കര സ്പിരിച്വാലിറ്റിയാ, അവിടെയൊക്കെ ലൗകികം നോക്കിക്കഴിഞ്ഞാൽ അട്ടർ ഫെയിലിയറാ. അപ്പൊ ഇത് ഒരു ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. അത് തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിന്റെ പ്രത്യേകത. ആദ്യം ശരിയാക്കേണ്ടത് ലൗകികം തന്നെയാണ്, എന്നാലേ സ്പിരിച്വൽ ആവുകയുള്ളൂ. അല്ലെങ്കിൽ പൊള്ളത്തരമായി. രമാവതി മാം പറയും. സാറേ, നല്ല ക്ലാസ് ആയിരുന്നു. ആദ്യം എനിക്ക് തോന്നി സാറ് നല്ല സ്പീഡിലാ പോകുന്നു, പക്ഷെ മനസ്സിലാവുന്നതിന് ഒരു ബുദ്ധിമുട്ടും വന്നില്ല. അത് തീർക്കാനുള്ള ഒരു വ്യഗ്രത ഉണ്ടായിരിക്കും. നന്നായിട്ടുണ്ട്. അതിപ്പം EFT എന്ന് പറയുമ്പം നമ്മുടെ അക്യുപ്രഷർ അക്യുപഞ്ചറിനോട് ചെറിയൊരു സാമ്യമുണ്ട്. ഇതില് അക്യുപ്രഷർ അതിൽ 12 ജോഡി മെറിഡിയന്, അതുപോലെ എക്സ്ട്രാ മെറിഡിയൻ 8 എണ്ണം, അതില് GVയും CVയും കൂടിയിട്ട് 8 എണ്ണം. അപ്പൊ ഇതുമായിട്ട് കുറച്ച് സാമ്യമുള്ള പോലെ തോന്നി. പിന്നെ സാറ് പറഞ്ഞ അതില് ഇമോഷൻസിന് ലൈഫിൽ ഒരുപാട് എന്താ പറയണ്ടേ, നമ്മൾ അത് തട്ടിച്ച് നോക്കുമ്പോ സാറ് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇപ്പം പിന്നെ ഇമോഷണൽ ഇതില് ദേഷ്യം വരുമ്പോ അത് ലിവറിനെ ബാധിക്കുമെന്നും, അതുപോലെ സ്ട്രെസ് വരുമ്പോ ഹാർട്ടിനും ശരിക്കും അത് ഉള്ളതാണ് സാറേ. കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോ, സാഡ്നെസ് വരുമ്പോ, ഈ സാഡ്നെസ് വരുമ്പോ അവരെ ലങ്സിന് പ്രോബ്ലം വന്നിട്ട് ചിലവർ പറയുന്നില്ല എനിക്ക് ബ്രീത്തിങ് വയ്യാന്ന്. ശരിക്കും അത് സംഭവിക്കുന്നത് അതിൽ തന്നെ ബ്രീത്തിങ്ങിന്റെ സമയം നമ്മുടെ ഇതിന്റെ ഘടികാരത്തില്, ശരീരത്തിന്റെ ഘടികാരത്തിൽ പറയുമ്പോ 3 to 5 ആണ് ലങ്സിനുള്ള ഇത്. AM, അതായത് 3 മണി മുതൽ 5 മണി വരെ നമ്മൾ എഴുന്നേറ്റിട്ട് യോഗ പ്രാണായാമം ചെയ്യുകയാണെങ്കിൽ ലങ്സിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാ പറയുന്നത്. അത് 24 മണിക്കൂർ അങ്ങനെ ഓരോന്നും അതിൽ പറയുന്നുണ്ട്. അതിലിപ്പം സാറ് പറഞ്ഞാല് പിന്നെ ഇത് ഇവിടെ സാറ് ഓരോന്നിങ്ങനെ ഇത് സ്ഥാനങ്ങൾ പറഞ്ഞിട്ട് എല്ലാരും പഠിപ്പിച്ചല്ലോ. അപ്പം ഇങ്ങനെ ഈ പോയിന്റ് വെക്കുമ്പോ നമ്മള് പിന്നെ ഇതില് പിന്നെ അക്യുപ്രഷറില് ഈ പോയിന്റ് എടുക്കുമ്പോണ്ടല്ലോ സാർ, ഈ 2 ചെവിയും ഈ 2 ഭാഗത്തും ഞാൻ ഒരു കൈ കൊണ്ട് ഫോൺ പിടിച്ചിരിക്കുകയാണെന്ന് പറയാം. ഒരു മിനിറ്റ്. ഈ 2 ചെവിയും ഇങ്ങനെ ഈ പോയിന്റിൽ വെച്ചിട്ട് ഇവിടെ എത്തുന്ന പോയിന്റ് ആണ് കണക്കാക്കുക. നെറുകന്തലല്ലേ. അതുപോലെ തന്നെ സാർ ഇവിടെ കാണിച്ച കണ്ണിന്റെ ആയാലും ഇവിടെ ആയാലും ശരിക്കും അത് നമുക്ക് ആ കുഴി ഫീൽ ചെയ്യും സാറേ. അതുപോലെ ഇവിടെ ഇല്ലേ, ഇവിടെ ആ കുഴി എല്ലാരും നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ ഇല്ലേ ഒരു താണ പോലത്തെ സ്ഥലം കാണും ഇവിടെ, ഈ മൂക്കിന്റെ ഇവിടെ ആവുന്ന പോയിന്റ്. പിന്നെ ഇവിടെ നോക്കുമ്പോഴും അതേ പോയിന്റ് കാണാം. അതുപോലെ ഇവിടെ അതേ പോയിന്റ് കാണാം. പിന്നെ ഈ കോളർ ബോണിന്റെ ഇവിടെ നോക്കിയാൽ കുഴി പോലെ കാണാൻ പറ്റും നമുക്ക് തൊടുമ്പോ. അതാണ് പോയിന്റ് അക്യുപ്രഷറിലും അക്യുപഞ്ചറിലെല്ലാം. ആ പോയിന്റിലാണ് ട്രീറ്റ്മെന്റ് ശരിക്കും ചെയ്യുക. ഈ പറഞ്ഞ പോലെ സാറ് പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. കാരണം നമുക്ക് ഇപ്പം തലവേദന കൊണ്ട് പൊളഞ്ഞ് തലവേദന ഉള്ളവർക്കാണെങ്കിലും അക്യുപ്രഷർ നീഡിലൊക്കെ വെക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ അവർക്ക് സുഖം ഉണ്ടാവും. അതുപോലെ തന്നെ ഹെഡ് മസാജ് എല്ലാം ചെയ്യുമ്പോൾ നല്ല ഗുണം കിട്ടുന്നതാണ്. ഏതായാലും നല്ല ക്ലാസ് ആയിരുന്നു സാറേ. കാരണം പിന്നെ എനിക്കറിയില്ലായിരുന്നു EFTന്റെ കാര്യങ്ങളൊക്കെ അറിയില്ലായിരുന്നു. ഇത് കുറച്ച് താരതമ്യം ഉണ്ട് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്നൊക്കെ മനസ്സിലായി. പക്ഷെ സാറിന്റെ പിന്നെ വിവരണം ഇതൊക്കെ വളരെ നന്നായിരുന്നു സാറേ. താങ്ക് യു സാർ. അതുപോലെ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കാണ് സാർ. സാറ് പറഞ്ഞില്ലേ കുട്ടികൾക്ക് പിന്നെ ഇപ്പോഴത്തെ കാലത്തുള്ള കുട്ടികൾക്ക് ഒരു ഇന്റർവ്യൂവിനൊക്കെ പോയി കഴിയുമ്പോൾ അവരിപ്പോ പറയാണ്, ഞാൻ ഓരോന്നും ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവരുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ നോക്കിയതാണ്,
അച്ഛൻ എന്താ ചെയ്യുന്ന പറയുമ്പോ പട്ടനെ ഒരു 2 മാസം മുമ്പേ അച്ഛൻ മരിച്ചതാണെങ്കിലും വളരെ കാര്യമായിട്ട് ബോൾഡായിട്ട് പറയണം, സർ അച്ഛൻ ഈയിടെ മരിച്ചുപോയി. അല്ലാതെ അച്ഛന്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോ അവിടുന്ന് കരഞ്ഞാ പോയി. പിന്നെ കാരണം നമ്മളെ കമ്പനിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ ഇവനെ ഒന്നും ചെയ്യാൻ പറ്റൂല, ഇവനിരുന്ന് കരയുന്നതായിരിക്കും പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഇന്റർവ്യൂവിന് എടുക്കണമെന്നില്ല. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. താങ്ക് യു സർ. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, വേറെ ആർക്കെങ്കിലും? ശശികുമാർ സർ. ഞാൻ രാജു ഫിലിപ്പ് സാറും സാർ താങ്ക് യു സാർ. രാജു ഫിലിപ്പ് സാറിന് പറയട്ടെ, നമ്മള് രാവിലെ മോർണിംഗ് മെഡിറ്റേഷൻ 5:15 ഡെയിലി ഉണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട മൈക്രോ എക്സസൈസ് ചെയ്യുന്നത് ശശികുമാർ സാറാണ്. എല്ലാ ദിവസവും 5:15 മുതൽ സൺഡേ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളും ഉണ്ട്. അവിടെ EFTയുടെ പ്രത്യേകം ട്രെയിനിങ്ങും ഉണ്ട്, നമ്മൾ ചെയ്യിക്കാറുണ്ട്. ഓക്കെ, ശശികുമാർ സാർ പറയും. സാർ ഇപ്പൊ രാജു ഫിലിപ്പ് സാറും ജോർജ് സാറിന്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നു അന്ന് ജോർജ് അച്ഛന്റെ EFT ക്ലാസ്സിൽ. അപ്പോ അന്ന് പറയാത്ത കുറെ കാര്യങ്ങൾ ഇപ്പൊ സാർ ഇന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതാണ് ഇപ്പോ കുറച്ചുകൂടി പിന്നെ ജോർജ് സാർ പറഞ്ഞ പോലെ അന്ന് ഞങ്ങൾ ശ്രദ്ധയപ്പെടാത്ത കുറെ കാര്യങ്ങൾ ഇന്നിപ്പം സാബു സാറ് ഞങ്ങൾ ശ്രദ്ധയപ്പെടുത്തി. ഇത് കുറച്ച് കാര്യങ്ങളൊന്നും അന്ന് ഇത്ര വിശദമായിട്ട് അന്ന് പറഞ്ഞായി ഓർക്കുന്നില്ല. അപ്പൊ സാബു സാർ അത് നല്ല വിശദമായി പറഞ്ഞു തന്നു. അപ്പൊ ഇനിയിപ്പോ ആ ഹോപ്പണോ അതുമായി കണക്ട് ചെയ്തിട്ടുള്ളത് സാറ് നെക്സ്റ്റ് ഒരു സെഷൻ വെക്കുകയാണെങ്കിൽ അത് നമുക്കും ഇതേപോലെ തന്നെ പ്രയോജനപ്പെടും എല്ലാവർക്കും. നമ്മളിപ്പോ രാവിലെ ചെയ്യുന്നുണ്ട് സാർ, അത് ഈ EFT ടാപ്പിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സാർ. വളരെ സന്തോഷം. പ്രത്യേകിച്ച് രാവിലെ ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ കയറിയിരുന്നു സാർ. അന്ന് ഞാൻ ഇല്ലായിരുന്നു സാർ. അപ്പൊ ഞാനത് കുറെ നാളായി മോർണിംഗിൽ എഴുന്നേക്കാനുള്ള പ്രശ്നങ്ങൾ കൊണ്ട്, പക്ഷെ അത് നമുക്കൊന്നും കൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാം, ശരിയാക്കാം. സാർ ഓക്കെ സാർ, തീർച്ചയായും. ഇന്ന് ആൾക്കാരുണ്ടായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു ഇന്ന്? ഞാന് ഷീബ മാം, സുധ മാം, ജമീല, അമീർ, 6 പേര്. ഇന്ന് 6 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ നമ്മുടെ ഒന്നും കൂടെ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നുണ്ട് എല്ലാ ദിവസവും. വരട്ടെ സാർ, പറയൂ. സാർ, EFTയെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് നമ്മുടെ അമേരിക്കൻ അച്ഛൻ്റെയാണ്. അന്ന് യഥാർത്ഥത്തില് പുള്ളി അതിനൊന്നും ഒരു കുറവ് പറയുന്ന സെൻസിൽ ആരും എടുക്കരുത്. അന്ന് അദ്ദേഹം ഒരു പുകമുറയ്ക്കകത്ത് നമ്മളോട് സംസാരിച്ച പോലെയാണ് തോന്നിയത്. 3 ക്ലാസ്സുകളോടും അദ്ദേഹം എടുത്തു. പക്ഷെ നമുക്ക് ആക്ച്വലി എന്താണ് വേണ്ടത്, നമ്മുടെ കുറവുകൾ എന്താണ്, ഇത് ചെയ്യുമ്പോൾ EFT ചെയ്യുമ്പോൾ നമ്മുടെ കുറവുകൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു പ്രിക്കോഷൻ നമുക്ക് തന്നില്ല. അതാണ് പലരും പല രീതിയിൽ ചെയ്തു. റിസൾട്ട് കിട്ടിയെന്നും കിട്ടിയില്ല എന്നിങ്ങനെ ഒരു അർദ്ധോക്തിയിൽ പറയാനുള്ള കാരണം അതാണ്. ഞാനിത് കുറച്ചു കാലം ചെയ്തു. അദ്ദേഹത്തിന്റെ എൻ്റെ സൗണ്ടുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അന്ന് ചെയ്തിരുന്നു. പക്ഷെ കാര്യമായ മാറ്റമൊന്നും വന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ന് സാബു സാർ പറഞ്ഞു തന്നപ്പോഴാണ് അതിന്റെ കറക്റ്റ്, അതിനൊരു രഹസ്യമുണ്ട്, അതിൻ്റെ ഉള്ളിലൊരു രഹസ്യമുണ്ട്. ആ രഹസ്യം അച്ഛൻ പറഞ്ഞു തന്നില്ല. 30 തൊട്ട് 30 മിനിറ്റ് തൊട്ട് 1.5 മണിക്കൂർ വരെ എവരി ഡേ യു ഹാവ് ടു ഡു ഇറ്റ്, എന്നിട്ട് വേണം അത് അക്സെപ്റ്റ് ചെയ്യാൻ എന്ന് ഉള്ള ഒരു കാര്യം അന്ന് കിട്ടിയേയില്ല. ഞാനൊക്കെ 3 തവണ മാത്രമേ അത് ചെയ്തുള്ളൂ. 3 തവണ അത് പറഞ്ഞ ആരെങ്കിലും വരുമോ? അത് ശരി. അല്ല, ഞാൻ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ പറയുന്നത്. ദർ ഈസ് നോ ക്ലോസ്ഡ് സർക്യൂട്ട് ഇൻസൈഡ്. നമ്മളെല്ലാം ഓപ്പൺ ആയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇങ്ങനെ ചെയ്യണം, അത് ഉറപ്പിച്ചാണ് പറയുന്നത്. അപ്പൊ ആ ഉറപ്പിന്റെ ബലത്തിൽ വീണ്ടും തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ് EFT. സാർ തന്ന ആ ഒരു നല്ല രീതിയിലുള്ള എക്സ്പ്ലനേഷൻ, കാര്യങ്ങൾ പറയുന്ന സ്റ്റൈൽ, അത് ഗംഭീരമായിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. വേറെ ആർക്കാ പറയാൻ പറ്റുന്നത്? നമ്മുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരിക്കൽ രാജി മാം വന്ന് EFTയുടെ ക്ലാസ് എടുത്തായിരുന്നു. അതിൽ സ്റ്റാർട്ടിങ് നെറുകയിൽ നിന്നാണ് 7 പ്രാവശ്യം വീതം. രഞ്ജു എടുത്തിട്ടുണ്ട്, രാജി എടുത്തിട്ടുണ്ട്. അതെന്നറിയോ മാം? അതെന്നറിയോ,
നമ്മള് ഈ ആദ്യത്തെ ജനറിക് ഫേസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് ഒരു ഡീപ്പ് ഉള്ളതുകൊണ്ട് അത് സാധാരണ കരാട്ട ചോപ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഓരോ പാറ്റേൺ, അതിപ്പോ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. നമ്മൾ ഒരു സാധനം റെഫർ ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെയായിരിക്കും, വേറെ സ്ഥലത്ത് ഇങ്ങനെയായിരിക്കും. അതങ്ങനെ ഒരു പ്രോബ്ലം ആണ്. എന്നാലും അതൊരു പ്രോബ്ലം ആയിട്ട് എടുക്കണ്ട. നമ്മൾ എന്താണോ പഠിച്ചിരിക്കുന്നത്. അല്ല, നമ്മളിപ്പോ സരസ്വതി മാം പറഞ്ഞ പോലെ ഇപ്പൊ സരസ്വതി മാമാണ് ചില ദിവസം ചെയ്യുന്നത്. അതാണ് ഇപ്പൊ മാം പറയാൻ കാരണം. അതെ യെസ് മാം. അത് മാറ്റണ്ട മാം. അതങ്ങനെ ചെയ്തു. അതിനൊന്നും മാറ്റമൊന്നും വരുത്തണം. ഇതിപ്പോ ഞാൻ അടുത്ത ബുക്ക് റെഫർ ചെയ്യുമ്പോൾ അടുത്ത ബുക്കില് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഹെഡിൽ നിന്നായിരിക്കും. ചിലര് പറയുന്നത് ഏറ്റവും അവസാനം ഹെഡ് വരണമെന്നാണ്. കാരണം ഒരു യൂണിവേഴ്സൽ ഏരിയ ആയിട്ടാണ് ഹെഡ്. ഇല്ലേ, യൂണിവേഴ്സ് നമ്മുടെ കണക്ടിവിറ്റി ഹെഡ് ആയതുകൊണ്ട് ഏറ്റവും അവസാനം നിങ്ങൾ ഹെഡിൽ ടാപ്പ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇതിനൊക്കെ എക്സ്പ്ലനേഷൻ പറയാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. പക്ഷെ ഇവിടെയൊക്കെ ടാപ്പ് ചെയ്യണം. പിന്നെ വാരിയലിന്റെ താഴെ ഇപ്പം ടാപ്പ് ചെയ്യുന്ന കണ്ട്, അത് ഞങ്ങള് ചെയ്യുന്ന കൂട്ടത്തിൽ ഇല്ല. അത് അതിന്റെ ആവശ്യമില്ല. അതൊക്കെ ചില സാർ മാം, ഒരാള് ഒന്ന് മോഡിഫൈ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും അഡീഷണൽ ആയിട്ട് ഒരു ടാപ്പിംഗ് പോയിന്റ് വേണ്ടേ? ചുമ്മാ അപ്പൊ അതും കൂടെ ചെയ്തു പറയും. അപ്പൊ അതൊരു പ്രശ്നമാക്കണ്ട. എന്താണോ പഠിച്ചത് അത് ചെയ്തോളൂ. അതുപോലെ നമ്മള് നെറ്റിയില് നമ്മുടെ പുരികത്തിന് മുകളിൽ നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു അവിടെ, അല്ലേ? ഞാനിന്ന് പടം സെറ്റ് ചെയ്ത് പുരികത്തിന് മുകളിൽ ഇല്ലാത്തത് ഞാനിങ്ങനെ പറയാം. അതുകൊണ്ട് ഞാൻ പറയാഞ്ഞത്. പിന്നെ മറ്റേ മാഡം പറഞ്ഞത് കോളർ ബോണിന് മുകളിലായിട്ടാണ് ഈ കുഴിയുള്ളത്. അത് താഴെയാണല്ലേ? ഓക്കെ സാർ. താങ്ക് യു. തൊട്ട് നോക്കിയാൽ ഫീൽ ചെയ്യും മാഡം. കണ്ടുപിടിക്കാൻ വേറൊരു മാർഗമുണ്ട്. നെറ്റിയുടെ നടുക്കുന്ന തിലസക്കാലം എന്ന് പറയും. ഒരു വര വരച്ചാൽ പിടറിക്കാലം, അതായത് മിഡിലാപ്പിളങ്ങോട്ട് അവിടെ വന്ന് ചേരുന്നത് ഇത് രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്യുന്ന ഭാവം മർമ്മമാണ്. അതാണ് പിന്നെ ഉച്ച പോയിന്റാണ്. അതാണ് ഈ കേരളത്തിലെ മർമ്മ വിദഗ്ധയുടെ ഒരു ഏറ്റവും പ്രഗത്ഭനായ ഗോപകുമാർ സാർ പറയുന്നത്. കാരണം ഇത് തമ്മിൽ എന്തോ കണക്ഷൻ. അതുകൊണ്ടാണ് ഇന്ത്യൻ കൾച്ചറും ചൈനീസ് കൾച്ചറും വെസ്റ്റേൺ കൾച്ചറും എല്ലാം ഇതിൻ്റെ അകത്ത് കണക്ട്. ഇത് എവിടുന്ന് കോപ്പി എടുത്തതാണെന്നൊന്നും പറയാൻ പറ്റും. ഗോപകുമാർ സാർ മർമ്മ വിദഗ്ധനാണ് കേട്ടോ. സാറ് ഒരു ക്ലാസ് തരാന്നൊക്കെ പറഞ്ഞിട്ട് സാർ ഇങ്ങനെ ഉഴപ്പി നടക്കും. റോയ് സാർ പറയും. ഞാന് ഈ EFTയെ കുറിച്ച് ജനറലായിട്ട് കേട്ടിട്ട് ഇതൊന്നും നമുക്ക് പറ്റിയ സാധനമല്ല, ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് സാധനമാണെന്ന് ഓർത്ത് ഞാൻ ഉപേക്ഷിച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ സാറിന്റെ ഇന്നത്തെ ഈ ക്ലാസ് കേട്ടപ്പോൾ ഇത്രയും സിമ്പിൾ ആണല്ലോ ഈ EFT എന്ന് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് പറയാതിരിക്കാൻ രക്ഷയില്ല. കാരണം ഞാൻ ആദ്യമായിട്ട് EFT അച്ഛൻ പറഞ്ഞാണ് കേട്ടത്. പിന്നെ ഞാൻ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാനൊന്നും പോയിട്ടില്ല. ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞ സംഗതി. ഇതൊന്നും നമുക്ക് പറ്റുന്ന സാധനമല്ല എന്നാണ് ധാരണ. പക്ഷെ ഇപ്പോൾ എനിക്കതിനൊരു പോസിറ്റീവായിട്ടൊരു അപ്രോച്ച് സാറിൽ നിന്നും ഉണ്ടായി. കാരണം ക്ലിയർ ആയിട്ട് അതിനെക്കുറിച്ചൊരു ഐഡിയയുണ്ട്. മറ്റേ സാർ പറഞ്ഞ് നെഗറ്റീവ് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ ആ പേഴ്സണൽ ഐഡന്റിഫിക്കേഷനും അത് ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു ഭാഗമുണ്ട്. അപ്പോൾ സാർ ആ പ്രാക്ടിക്കൽ സെക്ഷനും കൂടെ വെച്ചപ്പോഴത്തേക്ക് എനിക്കിത് വളരെയധികം എഫക്റ്റീവായിട്ട്. എനിവേ ഈ ചെറിയൊരു സബ്ജക്റ്റ്, ചെറിയൊരു സമയം കൊണ്ട് EFT ഇത്രയും ഭംഗിയായി സാധാരണക്കാരൻ്റെ ഇതിലേക്ക് വന്നതുപോലെ എനിക്ക് തോന്നി. വളരെയധികം അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ. സാറേ, ഇത് ഈ നെഗറ്റിവിറ്റി നമ്മൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഉണ്ട്. നമുക്ക് ശരീരത്തിൽ ഒരു അസുഖം വന്നാൽ, എന്തെങ്കിലും അടച്ച് മോശമായ അസുഖമാണെങ്കിൽ പോലും അത് പറയാതെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച് എന്നിട്ട് ആരെങ്കിലും ചോദിക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ തന്ത്രപ്പാടുകളാണ് നമ്മൾ വെക്കുന്നത്, അല്ലേ? സത്യത്തിൽ ശരീരത്തിൽ എത്രമാത്രം പ്രശ്നം ഉണ്ടാകുന്നറിയോ? ഒരാൾ വരുന്നു, വെയിറ്റ് തുറന്നീ വരുമ്പോൾ, അയ്യോ ഇനി ഇയാൾ ഇത് അറിഞ്ഞിട്ടാണോ വരുന്നത്, ഇനി അയാൾ വല്ലതും ചോദിക്കുമോ? ഇങ്ങനെയുള്ള ഒത്തിരി നെഗറ്റിവിറ്റികൾ കൊണ്ട് ഇങ്ങനെ നമ്മൾ മനുഷ്യൻ നടക്കുക. അതേസമയം എനിക്കിത് ഇങ്ങനെ ഒരു അസുഖമുണ്ട്, നിങ്ങൾ വേണേൽ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചില്ലേലും കുഴപ്പമില്ല, തട്ടിപ്പോയാൽ പോട്ടെ എന്നൊക്കെയാണ് ഒരു മനോഭാവം എങ്കിൽ എത്ര റിലാക്സ്ഡ് ആണ് നമ്മൾ. ഇപ്പൊ ഈ സാറ് പറയുന്ന പോലെ ഇപ്പൊ നമ്മളിൽ തന്നെയല്ല, ഇപ്പൊ നമ്മൾക്ക് നമ്മളുടെ മക്കൾക്കോ ആർക്കെങ്കിലും ഒരു പ്രൊപ്പോസൽ വരുന്നു, ആലോചിക്കുന്നു. അപ്പൊ നമ്മൾ എന്തെങ്കിലും ബലഹീനതയുണ്ട് എങ്കിൽ അത് നമ്മളുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് പ്രൊസീഡ് ചെയ്യുക. പറയാൻ കൊള്ളിയല്ലോ.
അപ്പൊ നമ്മളിങ്ങനെ ആയിട്ട് ഭയങ്കര ടെൻഷനാണ്. അറിയപ്പെടുമോ, അറിയുമ്പോൾ പ്രശ്നമാകുമോ? നേരെ മറിച്ച് ഇങ്ങനെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നു, ഇപ്പൊ ഓക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ റിലീഫ്. പിന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഏതായാലും ആ ഓപ്പൺനെസ് വന്നാൽ പിന്നെ നമുക്ക് ധൈര്യം ഇങ്ങനെ പേടിക്കാൻ. നമ്മൾ പറയും സാറേ, ഈ നമ്മൾക്ക് പ്രധാനപ്പെട്ട ഇപ്പൊ ഏറ്റവും വലിയൊരു അസുഖമാണ്, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അസുഖമാണ് ഹാർട്ട് അറ്റാക്ക്. അതില്ലാത്ത പൊതുവെ അല്ലേ, അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അസുഖമാണ്, മോശമൊന്നുമല്ല. ഒരു ആൻജിയോപ്ലാസ്റ്റി, ഒരു ആൻജിയോഗ്രാം ഒക്കെ ചെയ്യാന്ന് വെച്ചാൽ വലിയ ക്രെഡിറ്റ് ആയപ്പോൾ. പക്ഷെ ചിലവർക്ക് അത് ഭയങ്കര വിഷമമാണ് അത് പറയാൻ. വരരുത് അത് ഇതൊക്കെ പറയും. വരുമ്പോൾ തന്നെ ആയിരിക്കും ഉപദേശം, ഭയങ്കര ഉപദേശമായിരിക്കും. നിങ്ങളെ ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ലേ, നിങ്ങൾ നടക്കുന്നില്ല, അതാണ് ഇതാണ്, അങ്ങനെയാണ് കഴിക്കുന്നത്, ഇതാണെന്നൊക്കെ പറയും. വരുമ്പോ തന്നെ നമ്മൾ തിരിച്ചങ്ങ് ചോദിച്ചാൽ മതി, ഒരു ചെറിയ പറ്റി കുഴപ്പമില്ല എന്നങ്ങ് പറഞ്ഞാൽ, അവർ പറയാനുള്ളതൊക്കെ നമ്മളങ്ങ് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. അതിന് പകരം നമ്മൾ എന്തൊരു സ്ട്രെസ് ചെയ്യും. അപ്പൊ ആ ഒരു അപ്രോച്ച് നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും വലിയൊരു റിവഞ്ചാണ്. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്ക് നമ്മുടെ പ്രശ്നം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, അത് കഴിഞ്ഞാലേ പിന്നെ മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന അത് വളരെ പോസിറ്റീവാണ്. പക്ഷെ അത് നെഗറ്റീവ് എന്ന മനുഷ്യർ പറയുന്നത് എന്താണാവും. ഈ പോസിറ്റീവ് അഫർമേഷൻ ഒക്കെ കേട്ട് എല്ലാം പോസിറ്റീവ് മാത്രം ഇപ്പം അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നു. സാർ അൺമ്യൂട്ട് ചെയ്ത് പറയാം. അയ്യോ അത് അങ്ങനെ പറയാനുള്ളോ? അത് വളരെ പ്രശ്നം. അയ്യോ അത് എല്ലാം അങ്ങ് പറഞ്ഞു ഓക്കെ എന്ന് പറയുന്ന ഒരു നേച്ചർ ഉണ്ട് അതിനകത്ത്. ജീവിക്കുന്നതും ചെയ്യുന്നതും എല്ലാം നെഗറ്റീവ്. ആദ്യം റിലീസ് ചെയ്ത പ്രശ്നം തീർന്നു. പിന്നെ റിലീസ് ചെയ്ത പ്രശ്നം തീർന്നു. ഇല്ലെങ്കിൽ നമ്മൾ ഒത്തിരി നുണകൾ പറയേണ്ടി വരും. അതൊരു പ്രധാന സാറേ, അത് പറയുമ്പോ നമുക്ക് ചിലവര് റിലേറ്റീവിന്റെ അടുത്ത് എന്തെങ്കിലും അസുഖമായിട്ട് പോയിട്ട് കണ്ടാലും ലെൻസലായിട്ട് മൂക്കിനതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ സാറേ, പോകുമ്പോ നല്ല കാര്യമായിട്ട് ഫ്രൂട്ട്സും ഇതൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകും. അവിടെ ഒരു കസേര കിട്ടിയാല് അടുത്തിരുന്നിട്ട് അശ്ശോ ഇതെന്താ ഞാൻ ഈ കാണുന്ന, ഇങ്ങനെ പറ്റിപ്പോയോ, ഇനിയപ്പോ എനിക്ക് പുറത്തിറങ്ങാനൊന്നും ഇപ്പോഴേ പറ്റില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഡയലോഗ് അങ്ങനെ തുടങ്ങി. വീട്ടുകാരെല്ലാം അന്തം വിട്ട് നോക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ട്. മോഹൻദാസ് സാർ എന്തെങ്കിലും പറയുന്നു? വേദമണി മാം, പിക്കോം, സരസ്വതി മാം പറഞ്ഞു. വേറെ ആരെങ്കിലും പറയുന്നില്ലേ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, സമയം ലേറ്റ് ആയി. ഓക്കെ, അപ്പോൾ താങ്ക് യു. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യും. ഇതിന്റെ സെക്കൻഡ് പാർട്ട് പറ്റുമെങ്കിൽ നമുക്ക് സ്പിരിച്വൽ, ഒരുപക്ഷെ അതിനേക്കാളും കൂടുതൽ ഇതിൻ്റെ അകത്ത് കുറെ കാര്യങ്ങളോട് പറയാനുണ്ട്. FT-യിൽ 1 മണിക്കൂർ കൊണ്ട് പറയുന്നതിന് ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ട് പാർട്ട് 1 ഞാൻ പറഞ്ഞത് വീണ്ടും നമുക്ക് പറയാം, കുറച്ചും കൂടെ ഒക്കെ സംസാരിക്കാം. യെസ്, പറയും. കേൾക്കുന്നില്ല, സൗണ്ട് ഡിസ്റ്റർബൻസ് ആണ്, കേൾക്കുന്നില്ല. ഹലോ, പറയൂ. ഇപ്പൊ കേൾക്കുന്നില്ല. ഓക്കെ, ഞാൻ പറയാമെന്ന ഇതായിരുന്നു. അതായത് സാറ് പറഞ്ഞ കാര്യം വളരെ കറക്റ്റ് ആണ്. ഞാനിപ്പോ നാട്ടില് കോട്ടയത്ത് വന്നപ്പോ എന്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ, കണ്ടു കഴിഞ്ഞാൽ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണെന്ന് തോന്നും. ആള് 90 വയസ്സാണ്. അപ്പൊ ഞാൻ കൊണ്ടുപോയി ECG ഒക്കെ എടുത്തു. നോക്കിയപ്പോ ആ ECG-യിൽ വന്നിട്ടുണ്ട് ബ്ലോക്ക് ഉണ്ട് എന്ന് കണ്ടു. അപ്പൊ എന്നോട് അവിടെയുള്ള ആ കാർഡിയോളജിസ്റ്റ് ചോദിച്ചത്, നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വന്ന അമ്മയെ കൊണ്ടുപോയിട്ട് ഇവിടെ ഇട്ടിട്ട് പോകാനാണോ വന്നത്? അതാണ് പുള്ളി ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല സാറേ, നമ്മൾ വന്നപ്പോ ഞാൻ കൊണ്ട് കാണിച്ചു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ എന്റെ പാലക്കാടുള്ള ബ്രദറിനെ വിളിച്ച് ഇതുപോലെ കാര്യം, എന്നാ വീട്ടിൽ അമ്മ തന്നെ ഉള്ളൂ, എന്നാ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ഞാനിവിടെ 2 ദിവസം എക്സ്ട്രാ ലീവ് ഹസ്ബൻഡിനെ കൊണ്ട് എടുപ്പിച്ച് പറഞ്ഞു വിട്ടു. അപ്പൊ മൂത്ത ആങ്ങളെ എന്നോട് ചോദിക്കുവാ, നീ എന്താ ഉദ്ദേശിച്ച? കാർഡിയാക് അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാണോ വിചാരിച്ചത്? നീ എന്താ വിചാരിച്ചത്? ഇപ്പൊ അമ്മയ്ക്കാണ്ട് സംഭവിച്ചു പോകുന്നതാണോ വിചാരിച്ചത്? നിനക്ക് ഇതെന്ത് വലിയ നാണ്ട് സംഭവിച്ച മാതിരി. അമ്മ ആണ്ട് അവിടെ, അതായത് പാലക്കാട് വളരെ സ്പീഡിൽ ഇതാ അവിടെ നടക്കുന്നു, ഒരു പ്രശ്നവും ഇല്ല അമ്മയ്ക്ക്. ഞാനൊന്നും മിണ്ടാതെ കേട്ടോണ്ടിരുന്നു. ഞാൻ വിചാരിച്ചു ഈ കാർഡിയാക് അറസ്റ്റ് വന്ന് നാളെ മരിച്ചു പോകും എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. അമ്മ ഒറ്റയ്ക്ക് ഇരിക്കാൻ പാടില്ല, ബാത്റൂമിന്റെ ഡോർ അടയ്ക്കാൻ പാടില്ല, അതുപോലെ അമ്മ ഉറക്കെ ശ്വാസം എടുക്കുമ്പോൾ നമ്മൾ നോക്കണം, സ്റ്റെപ്പ് കയറുമ്പോൾ നോക്കണം, നമ്മളൊരു ഒബ്സർവേഷൻ കൊടുക്കണം. അതിന് വീട്ടിലൊരാൾ വേണം. ഒരു വലിയ വീട്, ആ തറവാടിനകത്ത് ആരുമില്ല, 90 വയസ്സുള്ള അമ്മ തന്നെ ഇരിക്കുക, അത് ശരിയല്ല. അപ്പൊ ഞാനൊരു കൊച്ചുമോള് വീട്ടിൽ ചെന്നപ്പോ കാര്യം പറഞ്ഞു. പക്ഷെ നമ്മുടെ വീട്ടിലുള്ള ഓരോരുത്തരും ആ എടുക്കുന്ന ചിന്തകൾ, ആ പറയുന്നത്, സാറിപ്പോ പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. അവരുടെ ഐഡിയാസ് അല്ല നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതും എടുക്കുന്നതും. നമ്മൾ അവരെ ഒന്ന് കൺസേൺ ചെയ്യണം. എന്തിനാണ് പൊതിഞ്ഞു വെക്കുന്നത്? അയ്യോ ബ്ലോക്ക് ഉണ്ടെന്ന് എന്തിനാ മറ്റുള്ളവരോട് നീ പറയാൻ പോകുന്നത്? മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അയ്യോ ഇത്രയും അസുഖമുള്ള ആളിനെ വീട്ടിൽ ഒറ്റക്കിട്ടിട്ട് പോയോ? എടാ, നമ്മൾ പറയുന്നത് നിങ്ങൾ എല്ലാവർക്കും വേണ്ടി, നമ്മുടെ അമ്മയാണ്, എല്ലാവരും നോക്കേണ്ട ആവശ്യമാണ്. അപ്പൊ ഒരാളോടൊന്ന് പറഞ്ഞതെന്ന് പറഞ്ഞ് ഒന്നും നഷ്ടപ്പെടാനില്ല.
പക്ഷെ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ കേരളത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. തുറന്നു പറയാൻ എന്തോ പ്രശ്നമാണ്. ഒരു ക്യാൻസർ ആണെങ്കിൽ ആ ക്യാൻസർ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞെന്നിരിക്കും, ഓക്കെ നിങ്ങൾ ഇങ്ങനെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടും. ഇത്തിരി നാരങ്ങയുടെ തൊലിയും ഇച്ചിരി ഇഞ്ചിയും കൂടി ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞ് നിങ്ങൾ കുടിച്ചാൽ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടും. സോ നിങ്ങൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. ഇതൊക്കെ നമ്മളൊരു പക്ഷെ പറഞ്ഞു കൊടുത്തെന്നായിരിക്കും. പക്ഷെ അവർ ഒളിച്ചൊളിച്ച് വെച്ചിട്ടിരിക്കുകയാണ്. ക്യാൻസർ ആണെന്ന് പറയാൻ എന്തോ ഭയം. എന്താണ് സംഭവം? ഈ സാർ പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. എനിക്കും മനസ്സിലാവുന്നില്ല ഇത് എന്താണ് നമ്മുടെ നാടിന് സംഭവിക്കുന്നത്. ഇതാണ് ഞാൻ പറയാൻ വന്ന കാര്യം സാർ. ഓക്കെ, അതൊക്കെ നമുക്ക് മാറ്റാം. സാറേ, ഈ കാര്യത്തിൽ ഇപ്പൊ സാറ് പറഞ്ഞ വളരെ സത്യമാണ്. എനിക്ക് അറ്റാക്ക് വന്നു, ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു, അത് കഴിഞ്ഞ് ബൈപ്പാസ് സർജറി വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് തന്നെ ബുദ്ധിമുട്ടായി, വീട്ടുകാർക്കും ബുദ്ധിമുട്ടായി. എത്ര ഒളിക്കാൻ പറ്റും? വീടും നാടും വിട്ട് കുറെ നാളത്തേക്ക് മാറി നിൽക്കണം. വളരെ ഗൗരവതരമായ ഒരു സർജറിയാണ്. അതിൽ കൂടുതൽ ഇപ്പൊ ചെയ്യാൻ എന്തിരിക്കുന്നു എന്നുള്ളതാണ്. അത്രയും ഗൗരവമുള്ള ഒരു കാര്യം നമ്മൾ ഒളിച്ചു വെച്ചിട്ട് കാര്യമുണ്ട്. ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് സാബ് സാർ ഇത് പറഞ്ഞേ. ഇതൊരു കഥയായിട്ട് അങ്ങ് എടുത്തോളൂ. ആര് ചോദിച്ചാലും അങ്ങ് പറഞ്ഞോളൂ, തുറന്ന് മുഴുവൻ കഥ ഞാൻ പറയാം. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ആ ഒരു സ്റ്റേജിലേക്ക് എത്തി കേട്ടോ. അങ്ങോട്ട് തുറന്നു പറയാ, ഇങ്ങോട്ട് ഒന്നും ചോദിക്കുന്നതിന് മുമ്പേ അവര് പ്രതീക്ഷിച്ച നമ്മളൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ആളായി മാറി ഈ മാറി. കാര്യത്തെ. മാത്രമല്ല പ്രഷർ കുക്കറിൽ നിന്ന് ആ സ്റ്റീം പ്രഷർ പുറത്തേക്ക് പോയതുപോലെ എന്ത് റിലീഫാണ് നമ്മുടെ ഉള്ളിൽ കിട്ടിയതെന്നറിയോ? ഈ മുഴുവൻ കെട്ടി വെച്ചിരുന്നതൊക്കെ ചീറ്റ് പുറത്ത് പോയി കഴിഞ്ഞു. റിലാക്സേഷൻ കിട്ടിയതാണ് അപ്പോഴാണ്. അതെ അതെ, അത് തന്നെ സാറേ, അത് കറക്റ്റ്. അത് ശരിക്കും അനുഭവിച്ചു. എത്ര നാൾ കൊണ്ടു നടക്കും? അവസാനം നമ്മൾ തന്നെ അതിനകത്ത് ആ പുകയിൽ ചാവും. അതാ കുഴപ്പം. പ്രതിവിധി വേറെ ആരും ഒന്നും ഷെയർ ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ അറിയാതെ ഈ വെയിറ്റ് മുഴുവൻ നമ്മൾ ഇന്ന് റിലീസ് ചെയ്തു. അതായത് നമുക്ക് വെയിറ്റ് കൊടുക്കാൻ പറ്റിയ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമ്മൾ ഷെയർ ചെയ്യുന്നില്ല, പിന്നെ എന്നെ ചെയ്യും. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ താങ്ക് യു. നാളെ നമുക്ക് സ്റ്റോറി തെറാപ്പിയാണ്. സ്റ്റോറി തെറാപ്പിയില് നാളത്തെ സ്റ്റോറി തെറാപ്പി നമ്മുടെ ആരാണ്? പേര് മറന്നു. സുജിത്തിന്റെയാണ്. സുജിത്ത് കുറച്ച് ഇടയ്ക്കൊരു ദിവസം വന്ന് ക്ലാസ് എടുക്കാൻ പറ്റാതെ പോയായിരുന്നു. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ. ഓക്കെ, ശരി. സ്റ്റോറി തെറാപ്പി കാണാം. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്.